സേവ് ദ ഡേറ്റ് വീഡിയോൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയോട് കൂടി ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽസും ടെക്സ്ചേഴ്സും അപ്ലൈ ചെയ്യണം. സോ അതിനായി ഇവിടെ മെറ്റീരിയൽ പ്രീവ്യൂ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട മെറ്റീരിയൽസും ടെക്സ്ചേഴ്സും അപ്ലൈ ചെയ്യാം. സോ ആദ്യം തന്നെ ടെക്സ്ചേഴ്സ് നമുക്ക് നോക്കാം. ആൻഡ് സേവ് ദ ഡേറ്റിൻ്റെ കാർഡ് ടെക്സ്ചേഴ്സ് നിങ്ങളിലുണ്ടെങ്കിൽ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ക്യാൻവാൽ വന്നാൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കിട്ടും. സോ അത് വെച്ച് ചെയ്യാം. സോ ഇവിടെ ഞാൻ സേവ് ദ ഡേറ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടുന്ന് കിട്ടും. ആൻഡ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ താഴെ വന്ന പ്രൈസിൽ ഫ്രീ സെലക്ട് ചെയ്യുക. ഫ്രീ സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ സെലക്ട് ചെയ്യുക. ആൻഡ് ഫിൽറ്റർ ചെയ്താൽ ഇതേപോലെ ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ഇത് വെച്ച് നിങ്ങൾക്ക് കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതേപോലെ ഈ ഒരു ടെക്സ്ചർ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ആൻഡ് ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ടെക്സ്ചർ കിട്ടും. ആൻഡ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് അപ്ലൈ ചെയ്യാൻ വെച്ച ടെക്സ്ചറാണിത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ 4K സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് സേവ് ചെയ്യാം. ആൻഡ് ഫൈനലി ഈ ഒരു സൈറ്റിൽ വന്ന് ഈ ഒരു PNG ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത് ക്യാൻഡിൽസിൻ്റെ ആ ഫ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു PNG നമ്മൾ മോഡിഫയർ ഉപയോഗിച്ച് ആനിമേറ്റ് ഒക്കെ ചെയ്യും. ആൻഡ് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഡൗൺലോഡ് ചെയ്ത ഫയൽസൊക്കെ ഒരു ഫോൾഡറിൽ വെക്കാം. സോ ഇവിടെ ക്യാൻവാൽ ചെയ്ത ഈ 3 ഫയലുണ്ട്. അതേപോലെ കാൻഡിൽ ഫ്ലെയിമിൻ്റെ PNG ഫയലും പിന്നെ മാർബിൾ ടെക്സ്ചർ. സോ ഇത് എക്സ്ട്രാക്ട് ചെയ്യാനുണ്ട്. ആൻഡ് അതിനായി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലെ കളറ്, നോർമൽ GL പിന്നെ റഫ്നെസ്, ഈ 3 ടെക്സ്ചേഴ്സാണ് നമുക്ക് വേണ്ടത്. സോ ഇത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ വെക്കാം. ആൻഡ് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് ടോട്ടലി 7 ടെക്സ്ചേഴ്സാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി ബ്ലെൻഡറിൽ പോവാം. ആൻഡ് ആദ്യമായിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിന് ടെക്സ്ചർ കൊടുക്കാം. സോ ഷെയ്ഡിങ്ങിൽ വന്ന് ന്യൂ ആൻഡ് ഇവിടെ പ്രിൻസിപ്പൽ ഷെയ്ഡർ സെലക്ട് ചെയ്ത ശേഷം Ctrl+Shift+T പ്രസ് ചെയ്യണം. ഓൾസോ നിങ്ങൾ നോ ട്രയാങ്കുലർ ആഡ് ഓൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സോ എഡിറ്റിൽ പ്രിഫറൻസ് ആഡ് ഓൺ നോ ട്രയാങ്കുലർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ ഇത് എനേബിൾ ചെയ്യണം. ആൻഡ് അത് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും ഈ ഷെയ്ഡർ എഡിറ്ററിൽ. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ടെക്സ്ചർ പ്ലഗ് ഇൻ ചെയ്ത് തരും. ആൻഡ് അതിനായി ഈ പ്രിൻസിപ്പൽ ഷെയ്ഡർ സെലക്ട് ചെയ്യാം. എന്നിട്ട് Ctrl+Shift+T പ്രസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ സേവ് ചെയ്ത ടെക്സ്ചർ ഫോൾഡർ സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഞാൻ സേവ് ചെയ്ത ഫയൽസ് എടുക്കുന്നു. ആൻഡ് ഈ മാർബിളിൻ്റെ കളറ്, നോർമൽ പിന്നെ റഫ്നെസ്, ഈ 3 ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. സോ മൾട്ടിപ്പിൾ ടെക്സ്ചർ സെലക്ട് ചെയ്യാനായി Ctrl+Left ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഇവിടെ സെലക്ട് ചെയ്യാം. സോ ഇവിടെ കളർ, റഫ്നെസ് അതേപോലെ നോർമൽ മാപ്പ് ഓട്ടോമാറ്റിക്കലി പ്ലഗ് ചെയ്ത് കിട്ടി. ആൻഡ് ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം. എഡിറ്റ് മോഡിൽ A പ്രസ് ചെയ്ത് നമുക്കിതിനെ അൺറാപ്പ് ചെയ്യാം. സോ ഇതിപ്പോൾ സ്ട്രെച്ച് ആയിട്ടാണുള്ളത്. സോ അത് ഒഴിവാക്കാനായി നമുക്ക് U പ്രസ് ചെയ്ത് സ്മാർട്ട് UV പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് OK പ്രസ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് UV അൺറാപ്പിങ് ചെയ്ത് കിട്ടി. ഇനി ഒബ്ജക്റ്റ് മോഡിൽ വരാം. ആൻഡ് ഇനി നമുക്ക് ഫ്രെയിം ഫോക്കസ് ചെയ്യാം. സോ ഈ ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ തന്നെ ന്യൂ മെറ്റീരിയൽ കൊടുക്കാം. സോ ഇതിന് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. സോ ഞാനിവിടെ ഫ്രെയിം കൊടുക്കുന്നത്. ആൻഡ് ഇനീഷ്യലി നമുക്ക് ഇതിന് കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ റഫ്നെസ് ഞാൻ ചെറുതായിട്ട് കുറയ്ക്കുന്നു. എന്നിട്ട് ഈ ഫ്രെയിമിന് നമുക്ക് ഇവിടെ കാർഡ് ആഡ് ചെയ്യാം. സോ എഡിറ്റ് മോഡിൽ പോവാം. എഡിറ്റ് മോഡിൽ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് മെറ്റീരിയൽസിൽ പുതിയൊരു മെറ്റീരിയൽസിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ന്യൂ ആൻഡ് അസൈൻ ചെയ്യാം. അസൈൻ ചെയ്ത ശേഷം ഇതിന് റീനെയിം ചെയ്യാം. സോ കാർഡ് 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ പ്രിൻസിപ്പൽ ഷെയ്ഡർ സെലക്ട് ചെയ്യുക. Ctrl+T, അപ്പോൾ ഇമേജ് ടെക്സ്ചർ ഇവിടെ വരും. ആൻഡ് ഓപ്പൺ സെലക്ട് ചെയ്യുക. ആൻഡ് ഡെസ്ക്ടോപ്പിലെ ഈ ഒരു കാർഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇതിപ്പോൾ കറക്റ്റായി നമുക്ക് കിട്ടാൻ UV എഡിറ്റിങ്ങിൽ പോവാം. ആൻഡ് UV എഡിറ്റിങ്ങിൽ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഫേസ് ഇത്ര ഏരിയയിലായിട്ടാണുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു മാത്രം കാണുന്നത്. ആൻഡ് അതിനെ നമുക്കിവിടെ ഈ വ്യൂ പോർട്ടിൽ വന്ന് U പ്രസ് ചെയ്യാം. എന്നിട്ട് അൺറാപ്പ് സെലക്ട് ചെയ്യാം. സോ ഇതിപ്പോൾ കറക്റ്റ് റേഷ്യോയിൽ നമുക്ക് കിട്ടി. ആൻഡ് ഇതിപ്പോൾ അപ്സൈഡ് ഡൗൺ ആയിട്ടാണുള്ളത്. സോ അത് ശരിയാക്കാനായി ഇവിടുന്ന് UV എഡിറ്ററിൽ വരാം. എന്നിട്ട് ഇവിടെ UV എഡിറ്ററിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. സോ 6 പ്രസ് ചെയ്ത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായി 180 എൻ്റർ പ്രസ് ചെയ്യാം. സോ ഇതിപ്പോൾ കറക്റ്റായി നമുക്ക് കിട്ടി. ഇനി ഈ ഫ്രെയിമിൻ്റെ ബെവൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് ഗോൾഡ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. സോ ഇതിപ്പോൾ ഓരോ എഡ്ജ് ലൂപ്പും ഇതേപോലെ സെലക്ട് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യാം. അതേപോലെ Alt+Shift+Left ക്ലിക്ക് ചെയ്ത് ഇത് സെലക്ട് ചെയ്യാം.
അതേപോലെ ഈ ഫേസ്, പിന്നെ ഫൈനലി ഇതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻവേർട്ട് ചെയ്യാം. സോ കൺട്രോൾ I പ്രസ് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്തത് ഇൻവേർട്ടായി കിട്ടി. നമ്മൾ സെലക്ട് ചെയ്തൊക്കെ ഡീസെലക്ട് ആവും, ബാക്കി വരുന്നത് സെലക്ട് ആവുന്നതായിരിക്കും. ആൻഡ് ഇനി നമുക്ക് പുതിയ മെറ്റീരിയൽ സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ന്യൂ അസൈൻ, ആൻഡ് ഇത് നമുക്ക് ഗോൾഡ് കൊടുക്കാം. ആൻഡ് ഇവിടെ ഞാൻ പ്രിൻസിപ്പൽ ഷെയ്ഡർ മാറ്റി വെറും ഗ്ലോസി ഷെയ്ഡർ കൊടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ റഫ്നെസ് കംപ്ലീറ്റ്ലി 0 ആക്കുന്നു. ആൻഡ് ഈ ഒരു കളറിൽ ഞാൻ വെക്കുന്നു. ആൻഡ് ഓൾസോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗവും ഞാൻ ഗോൾഡായിട്ട് അസൈൻ ചെയ്തു. ആൻഡ് വേണമെങ്കിൽ ചെറിയൊരു ബോർഡർ കൊടുക്കാം. സോ കൺട്രോൾ R പ്രസ് ചെയ്ത് ഇവിടെ ലൂക്ക് കട്ട് ആഡ് ചെയ്യുന്നു എഡ്ജിലായിട്ട്. ആൻഡ് ഇനി ഫേസ് മോഡിൽ ഇത്ര ഏരിയ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം, ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് ഈ ഫ്രെയിം അസൈൻ ചെയ്യാം. സോ ചെറുതായിട്ട് ബ്ലാക്ക് ബോർഡർ പോലെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് ബാക്കി വരുന്ന ഫ്രെയിംസിൽ ചെയ്യാം. സോ ഈ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ഞാൻ ഈ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇനി എഡിറ്റ് മോഡിൽ പോവാം. സോ ഇതിൽ ഓൾറെഡി ബെവലിംഗ് ചെയ്ത ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. സോ പുതിയ സ്ലോട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിലെ ഗോൾഡ് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യാം. ആൻഡ് അതേപോലെ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെയും അസൈൻ ചെയ്യാം. ആൻഡ് കൺട്രോൾ R ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫ്രെയിം അസൈൻ ചെയ്യാം. ആൻഡ് ഫൈനലി ഇതിലേക്ക് കാർഡ് ആഡ് ചെയ്യാം. സോ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം, എന്നിട്ട് ന്യൂ അസൈൻ, റീനെയിം ചെയ്യാം, കാർഡ് 2 എന്ന് കൊടുക്കുന്നത്. പ്രിൻസിപ്പൽ ഷെയ്ഡർ സെലക്ട് ചെയ്യാം, കൺട്രോൾ T ഓപ്പൺ, എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ U അൺറാപ്പ് ചെയ്യാം, എന്നിട്ട് UV എഡിറ്റിങ്ങിൽ പോയി ഇവിടെ A സെലക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. സോ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഈ ഒരു സർക്കിൾ ഫ്രെയിമും ചെയ്യാം. സോ ഷെയ്ഡിങ്ങിൽ വന്ന് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ഫ്രെയിം സെലക്ട് ചെയ്യാം, എന്നിട്ട് എഡിറ്റ് മോഡിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം, പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിൽ ഗോൾഡ് അസൈൻ. ആൻഡ് ഇവിടെ ഇത്ര ഫേസ് സെലക്ട് ചെയ്യുക. സോ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പുതിയൊരു സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം, ന്യൂ, എന്നിട്ട് കാർഡ് 3 എന്ന് കൊടുക്കുന്നു, അസൈൻ. ആൻഡ് അഗെയിൻ പ്രിൻസിപ്പൽ ഷെയ്ഡർ വന്ന് കൺട്രോൾ T ഓപ്പൺ, ഡെസ്ക്ടോപ്പിൽ വന്ന് ഈ ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോവാം, U അൺറാപ്പ്, ആൻഡ് UV എഡിറ്റിങ്ങിൽ പോയി A പ്രസ് ചെയ്യാം, എന്നിട്ട് R പ്രസ് ചെയ്ത് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓൾസോ ചെറുതായിട്ട് ഒന്ന് സ്കെയിലും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ പാർട്ടായ ഫ്രെയിംസൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ഒബ്ജക്റ്റ് നമുക്ക് സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. സോ നമുക്ക് ഈ ബീഡ്സും തുടങ്ങാം. മെറ്റീരിയൽസിൽ പോവാം, ന്യൂ മെറ്റീരിയൽ, വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഷെയ്ഡിങ് ടാബിൽ പോകുന്നു. ആൻഡ് ഇവിടെ ആദ്യം തന്നെ കളർ ഞാൻ മുമ്പ് ചെയ്തു വെച്ച പ്രൊജക്റ്റിൻ്റെ അതേ കളർ ഞാൻ യൂസ് ചെയ്യുന്നു. സോ അതിൻ്റെ ഹെക്സ് കോഡ് ഞാൻ ഇതിൽ പേസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആ ഹെക്സ് കോഡ് ഇതാണ് E7C598. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഡ് ഇവിടെ ഹെക്സ് വാല്യൂയിൽ ടൈപ്പ് ചെയ്ത് ഇതേ കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇവിടെ മെറ്റാലിക് ഞാൻ കംപ്ലീറ്റ്ലി 1 ആക്കുന്നു. ആൻഡ് ഇതിൻ്റെ റഫ്നെസ് ഏകദേശം 0.25 വെക്കുന്നു. ആൻഡ് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിൻ്റെ ഈ ഒരു കാർഡിൻ്റെ റഫ്നെസ് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി 0 ആക്കാം. സോ ഒരു ഗ്ലാസ് എഫക്റ്റ് കിട്ടാനായി. ആൻഡ് അതിനെ ഞാനിവിടെ കാർഡ് 1 സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഇതിൻ്റെ റഫ്നെസ് വാല്യൂ നിങ്ങൾക്ക് ഇതേപോലെ 0 ആക്കാം. സോ ഇതേപോലെ ഗ്ലാസ് ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ റഫ്നെസ് വാല്യൂ വെച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതേപോലെ ബാക്കി 2 കാർഡിനും ചെയ്യുന്നു. ഇനി ക്യാൻഡിൽസ് ചെയ്യാം. സോ ക്യാൻഡിൽ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ന്യൂ. ആൻഡ് ഇതിനും ഞാൻ ഗോൾഡ് കളർ കൊടുക്കുന്നത്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാത്തിലേക്കും ഞാൻ ഗോൾഡ് കളറാണ് ചൂസ് ആക്കിയത്. സോ ഒട്ടുമിക്ക മെഷീനും ഞാൻ ഗോൾഡ് കളറിൽ തന്നെ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഇവിടെ ബേസ് കളറിൽ ഹെക്സ് കോഡ് പേസ്റ്റ് ചെയ്യുന്നു.
ആൻഡ് ഇതിൻ്റെ മെറ്റാലിക് കംപ്ലീറ്റ്ലി 1ലേക്കും അതേപോലെ റഫ്നെസ് 0.05 വെക്കുന്നു. ആൻഡ് അതേപോലെ ഈ ഒരു ക്യാൻഡിലിനും ഈ ഒരു ക്യാൻഡിൽ ബേസ് എന്ന മെറ്റീരിയൽ കൊടുക്കാം. ആൻഡ് ഇതേ ഗോൾഡ് മെറ്റീരിയൽ നമുക്ക് ഇവിടെയുള്ള വെയ്സിന് കൊടുക്കാം. സോ ന്യൂ വെയ്സ് ആൻഡ് ഈ മെറ്റീരിയലിൻ്റെ കളർ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ മൗസ് ഹവർ ചെയ്ത് Ctrl+C പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ Ctrl+V പ്രസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ മെറ്റാലിക് കംപ്ലീറ്റ്ലി 1 ആക്കുന്നു. ആൻഡ് റഫ്നെസ് 0.29 വെക്കുന്നു. ആൻഡ് അതേപോലെ ഇതിനും കൊടുക്കാം. സോ ന്യൂ നേരത്തെ കോപ്പി ചെയ്ത കളർ പേസ്റ്റ് ചെയ്യാം. സോ Ctrl+V മെറ്റാലിക് 1ലേക്ക് ആക്കുന്നു. ആൻഡ് റഫ്നെസ് 0.05 വെക്കുന്നു. ആൻഡ് അതേപോലെ ഈ ഒരു മെഷീനും സോ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ വരാം. എന്നിട്ട് മിറർ. ഇനി ഈ മെഷീന് നമുക്ക് മിറർ മെറ്റീരിയൽ കൊടുക്കാം. സോ ന്യൂ എന്നിട്ട് മിറർ ആൻഡ് ഇവിടെ ഇതിൻ്റെ റഫ്നെസ് കംപ്ലീറ്റ്ലി ഞാൻ 0ലേക്ക് ആക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റാലിക് ഞാൻ 1ലേക്ക് ആക്കുന്നത്. സോ മിറർ എഫക്റ്റ് കിട്ടാനായി നമുക്ക് റെൻഡർ വ്യൂവിൽ വരാം. സോ ഇതിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ആൻഡ് മിറർ എഫക്റ്റ് EVയിൽ റെൻഡർ ചെയ്ത് കിട്ടാനായി റിഫ്ലക്ഷൻ പ്ലെയിൻ ആഡ് ചെയ്യണം. സോ അതിനായി ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. എന്നിട്ട് ലൈറ്റ് പ്രോബിൽ റിഫ്ലക്ഷൻ പ്ലെയിൻ സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് കേഴ്സറിൽ വെക്കാം. സോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ മെഷ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കേഴ്സർ ടു സെലക്റ്റഡ് എന്നിട്ട് വീണ്ടും ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് ലൈറ്റ് പ്രോബ് റിഫ്ലക്ഷൻ പ്ലെയിൻ എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാം. സോ RX90 ആൻഡ് ടോപ്പ് വ്യൂവിൽ പോകുന്നു. ടോപ്പ് വ്യൂവിൽ ഈ ഒരു മിററിൻ്റെ ആംഗിളിലായിട്ട് ഞാനിത് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ R പ്രസ് ചെയ്ത് Ctrl പ്രസ് ചെയ്താൽ ഇതേപോലെ 5 ഡിഗ്രി ഇൻക്രിമെൻറ്റിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ ഇവിടെ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു മിറർ ഇവിടെയാണുള്ളത്. സോ ആരോ ഡയറക്ഷൻ ഇതേപോലെ ആയിരിക്കണം വേണ്ടത്. ഓക്കെ. ആൻഡ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യണം. സോ ഈ ഒരു ആരോ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യണം. ആൻഡ് അതിനായി നമുക്ക് ലോക്കൽ ആക്സിസിലാണ് മൂവ് ചെയ്യേണ്ടത്. സോ Z പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് Z ആക്സിൽ മൂവ് ചെയ്യും. വീണ്ടും Z പ്രസ് ചെയ്താൽ ഇതിൻ്റെ ലോക്കൽ ആക്സിസിൽ മൂവ് ചെയ്യും. ആൻഡ് ഇനി ചെറുതായിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഇത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു മിറർ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. സോ ഇതിപ്പോൾ കറക്റ്റ്ലി നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മെഷീന് വേഗം മെറ്റീരിയൽ കൊടുക്കാം. സോ ഈ വേസ് സെലക്ട് ചെയ്യുന്നു. ന്യൂ എന്നിട്ട് ഇതിൻ്റെ റഫ്നെസ് കംപ്ലീറ്റ്ലി 0 ആക്കുന്നു. സോ ഒരു ബേസിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് അതേപോലെ ഈ ക്യാൻഡിൽസിന് ഡ്രോപ്പ് ഡൗണിൽ ക്യാൻഡിൽ ബേസ് സെലക്ട് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു ക്യാൻഡിലിനും. പിന്നെ നമ്മുടെ ഈ ഡ്രൈ ഗ്രാസിന് ഇത് സെലക്ട് ചെയ്യാം. ന്യൂ ഡ്രൈ ഗ്രാസ് എന്ന് നെയിം കൊടുക്കുന്നു. ആൻഡ് ഇതിൻ്റെ കളർ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കിട്ടാനായി നമുക്ക് കളർ റാമ്പ് ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് സെർച്ചിൽ കളർ റാമ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ പ്ലഗ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ടെക്സ്ചർ കോർഡിനേറ്റും പ്ലഗ് ചെയ്യാം. സോ അതിനായി ഷിഫ്റ്റ് സെർച്ചിൽ ടെക്സ്ചർ കോർഡിനേറ്റ് ആൻഡ് അതേപോലെ മാപ്പിംഗ് നോഡും സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് ഇവിടെ പ്ലഗ് ചെയ്യാം. ആൻഡ് ഇതിൽ ജനറേറ്റഡ് ഈ വെക്റ്ററിലേക്ക് പ്ലഗ് ചെയ്യാം. പ്ലഗ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. സോ 2 സ്ലോട്ട് ഉണ്ട് ഇവിടെ. ഇത് ബ്ലാക്ക് ആണ്, ഇത് വൈറ്റ് ആണ്. സോ ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്താൽ ഇവിടെ ബ്ലാക്ക് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇവിടെ വൈറ്റ് കളർ സെലക്ട് ആക്കിയാൽ ആ കളർ ചേഞ്ച് ആക്കാം. സോ ഞാനിവിടെ ഒരു ബ്ലൂവും ഇവിടെ ഒരു ഗ്രീനും കളറും കൊടുത്ത് നമുക്ക് ഇതിൻ്റെ സ്ലൈഡർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ ഗ്രീൻ സ്ലൈഡർ ഇതിൻ്റെ ഇവിടെ ആയിട്ട് വെക്കുമ്പോൾ ഇവിടെ നല്ലൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കാണാൻ പറ്റും. സോ ഇവിടെ ഞാൻ 2 കളർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ബ്ലൂ ഞാൻ സെലക്ട് ചെയ്ത് ഏകദേശം ഈ ഒരു കളറിൽ ഞാൻ കൊടുക്കുന്നു. ആൻഡ് ഈ സ്ലോട്ട് സെലക്ട് ചെയ്ത് ഒരു ലൈറ്റർ ആയിട്ടുള്ള കളർ കൊടുക്കാം. ഇതേപോലെ ബാക്കി 2നും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊടുക്കാം. സോ ഇത് 2 ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലി ഈ മെഷ് സെലക്ട് ചെയ്യാം. എന്നിട്ട് Ctrl+L ലിങ്ക് മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയൽ ബാക്കി 2 ഗ്രാസിന് ലിങ്ക് ആവും. ഓക്കെ. അപ്പോൾ അതായി. ഇനി ഫൈനലി നമുക്ക് ഫ്ലെയിം ടെക്സ്ചർ കൊടുക്കാറുണ്ട്. സോ ഞാൻ ഇവിടെ വരുന്നു. ആൻഡ് ഇവിടെ എഡിറ്റ് മോഡിൽ പോകുന്നു. എഡിറ്റ് മോഡിൽ ഈ ഒരു ടോപ്പ് ഫേസ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് S കഴ്സർ ടു സെലക്റ്റഡ്. എന്നിട്ട് ഒബ്ജക്റ്റ് മോഡിൽ പോവാം. ഷിഫ്റ്റ് മെഷ് പ്ലെയിൻ എന്നിട്ട് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ RX 90 ഡിഗ്രി. ആൻഡ് എഡിറ്റ് മോഡിൽ X ആക്സിസിൽ ചെറുതായിട്ട് സ്കെയിൽ ചെയ്യുന്നു.
ഓക്കെ, എന്നിട്ട് ന്യൂ മെറ്റീരിയൽ ഫ്ലെയിം എന്ന് റീനെയിം ചെയ്യുന്നത്, പ്രിൻസിപ്പൽ ഷെയ്ഡർ സെലക്ട് ചെയ്യുന്നത്, കൺട്രോൾ T, എന്നിട്ട് ടെക്സ്ചർ ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു ഫ്ലെയിം PNG ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ഈ ഫ്ലെയിം ഫയൽ PNG ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൽഫ ചാനലുണ്ട്. സോ അത് കണക്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ കറൻ്റ്ലി കളറാണ് പ്ലഗ് ചെയ്തത് ആൻഡ് ഇതിൻ്റെ ആൽഫ ചാനലും കൂടി ഉണ്ട്. സോ ഇത് ഇവിടെ ഈ ആൽഫയിലേക്ക് പ്ലഗ് ചെയ്യാം. ആൻഡ് പ്ലഗ് ചെയ്ത ശേഷം ഇവിടെ മെറ്റീരിയൽസിൽ ഇവിടെ താഴെ സെറ്റിങ്സിൽ വന്ന ബ്ലെൻഡ് മോഡ് ഉണ്ട്. ആൻഡ് ഇതിൽ ആൽഫ ക്ലിപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ നമുക്ക് വേണ്ട പോലെ കിട്ടി. ആൻഡ് ഇവിടെ ഈ വാക്സിനും നമുക്ക് ചെറുതായിട്ടൊരു മെറ്റീരിയൽ കൊടുക്കാം. സോ ഇത് സെലക്ട് ചെയ്യാം, ന്യൂ ക്യാൻഡിൽ വാക്സ്, എന്നിട്ട് ഇതിൻ്റെ കളർ ഞാനിത് കൊടുക്കുന്നത് ആൻഡ് മെറ്റാലിക് ചെറുതായിട്ട് കൂട്ടാം. ആൻഡ് ഇതിൻ്റെ റഫ്നെസ് വേണമെങ്കിൽ നമുക്ക് ഒരു നോയ്സ് ടെക്സ്ചറും കൂടി ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് നോയ്സ് ടെക്സ്ചർ, എന്നിട്ട് ഇതിൻ്റെ ഫാക്ടർ ഞാൻ റഫ്നെസ്സിലേക്ക് പ്ലഗ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു നോയ്സ് ടെക്സ്ചറിൻ്റെ പാറ്റേൺ കാണാനായി നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇത് ഡയറക്റ്റ്ലി വ്യൂവർ നോട്ടിലേക്ക് നമുക്ക് കണക്റ്റ് ആയി കിട്ടും. ആൻഡ് ഇതിപ്പോൾ കാണിക്കുന്നത് നോയ്സ് ടെക്സ്ചറിൻ്റെ പാറ്റേൺ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് സ്കെയിൽ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. സോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്യൂർ വൈറ്റ് ഏരിയാസ് ഒക്കെ 1 ആണ് ആൻഡ് പ്യൂർ ബ്ലാക്ക് ഉള്ളതൊക്കെ 0 ആണ്. ആൻഡ് അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്രേ വാല്യൂസ് ഒക്കെ 1ൻ്റെയും 0ൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ ആണ്. സോ ഈ ഒരു ഫാക്ടർ റഫ്നെസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേപോലെ ഗ്രേ കളറിനനുസരിച്ചിട്ടുള്ള റഫ്നെസ് വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ആൻഡ് ഇവിടെ ഞാൻ ഒരു കളർ റാമും കൂടി ആഡ് ചെയ്യുന്നത്. സോ ഈ കളർ റാമിനോട് വെച്ച് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു നോയ്സ് ടെക്സ്ചർ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാല്യൂസ് കാണാം. ആൻഡ് ഇതിനെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് കളർ റാമ്പ് ഉപയോഗിക്കാം. സോ ഈ കളർ റാമ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക്. ആൻഡ് ഇതിപ്പോൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നോയ്സ് ടെക്സ്ചറും കളർ റാമ്പും ഒരേപോലെ ഇരിക്കും. ആൻഡ് ഈ ബ്ലാക്ക് സ്ലോട്ട് ഞാൻ ഇതേപോലെ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇതേപോലെ ഡാർക്ക് ഏരിയാസ് കൂടി വരുന്ന കാണാം. ആൻഡ് അതേപോലെ തന്നെയാണ് വൈറ്റും. സോ വൈറ്റ് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ ഇതേപോലെ പ്യുവർ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇത് വെച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതേപോലെ ട്രാൻസിഷനും മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് ഞാൻ അടുത്തായി വെച്ചാൽ ഈ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഭയങ്കര ഹാർഡായിട്ടാണുള്ളത്. ആൻഡ് ഇത് ഡിസ്റ്റൻസ് വെക്കും തോറും ഇതിൻ്റെ ട്രാൻസിഷൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ അതിനാണ് ഈ ഒരു കളർ റാമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രിൻസിപ്പൽ ഷെയ്ഡർ നമുക്ക് കണക്ട് ചെയ്യാം. സോ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളർ റാമ്പ് വെച്ച് ഇതിൻ്റെ റഫ്നെസ് വേണ്ട രീതിയിൽ വെക്കാം. ആൻഡ് ഈ ഒരു നോയ്സ് ടെക്സ്ചർ സെലക്ട് ചെയ്ത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് D, എന്നിട്ട് നമുക്കൊരു ബംപ്പ് നോഡും കൂടി ആഡ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ ഫാക്ടർ ഹൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ നോർമലിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ബംപ്പ് ഉപയോഗിച്ച് ഫേക്ക് ആയിട്ടുള്ള ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എൻ്റെ ഷെയ്ഡിങ് എന്ന ചാപ്റ്റർ കാണാം. സോ ബ്ലെൻഡറിൻ്റെ ബിഗിനർ സീരീസിലെ 4ാമത്തെ ചാപ്റ്ററിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇതിൻ്റെ ബംപ്പിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ആദ്യം കുറയ്ക്കുന്നു. സോ ഒരു 0.2 വെക്കുന്നു. ആൻഡ് ഇതിൻ്റെ സ്ട്രെങ്ത്തും ഞാൻ കുറയ്ക്കുന്നു. ആൻഡ് ഇവിടെ ഇതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഇതേപോലെ വെക്കുന്നു. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിലും കൂടി കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ ഈ കളറിൻ്റെ സാച്ചുറേഷൻ ചെറുതായിട്ട് കുറയ്ക്കുന്നു. ആൻഡ് ഈ വൈറ്റ് വാല്യൂ ജസ്റ്റ് ഇതേപോലെ വെക്കുന്നു ഡീഫോൾട്ടായിട്ട്. ഇപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ത്രെഡും കൂടി നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. സോ എഡിറ്റ് മോഡിൽ ഫേസ് സെലക്ഷനിൽ ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത്ര ഫേസ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെയുള്ള ഫേസ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഷിഫ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത്ര ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ പുതിയൊരു മെറ്റീരിയൽ കൊടുക്കാം, ന്യൂ അസൈൻ. ആൻഡ് ഇത് ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാക്കിലാക്കി വെക്കുന്നു. ആൻഡ് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. സോ ഇവിടെ കൺട്രോൾ R പ്രസ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നു. ആൻഡ് ആൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത്ര ഫേസ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇത് ഞാൻ ക്യാൻഡിൽ വാക്സ് ആക്കിയിട്ട് അസൈൻ ചെയ്യുന്നു. സോ ഇത്ര ഫേസ് നമുക്ക് ഈ ബ്ലാക്ക് മെറ്റീരിയൽ മതി. ഓക്കെ, ആൻഡ് ഈ ഫ്ലെയിമിന് നമുക്ക് മോഡിഫയർ വെച്ച് ആനിമേഷൻ ചെയ്യാണ്ട്. സോ അതപ്പോൾ നോക്കാം. ഇനി നമുക്ക് ഇതേ മെറ്റീരിയൽ നമുക്ക് ഇതിന് പേസ്റ്റ് ചെയ്യാം. സോ എളുപ്പ വഴി ഇത് ഉള്ള മെഷൊക്കെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഈ മെഷ് സെലക്ട് ചെയ്യണം. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ മെഷ് സെലക്ട് ചെയ്യുന്നു. ആൻഡ് കൺട്രോൾ L പ്രസ് ചെയ്യാം. ആൻഡ് ലിങ്ക് ഒബ്ജക്റ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. ആൻഡ് ഈ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്ത മെറ്റീരിയൽസിനെ അപ്ലൈ ആയി. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു മെഷീൻ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി 3 മെഷീനും അത് എഫക്റ്റ് ആവുന്നതായിരിക്കും. സോ അതിൻ്റെ ഒബ്ജക്റ്റ് ഡാറ്റയാണ് നമ്മൾ ലിങ്ക് ചെയ്തത്.
സോ ഈ ഒരു മെഷീൻ്റെ എഡിറ്റ് മോഡിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ഈ ഒരു മെഷീനും കൂടി എഫക്റ്റ് ആണെന്നായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒബ്ജക്റ്റ് മോഡിൽ സ്കെയിൽ അല്ലെങ്കിൽ മൂവ് റൊട്ടേഷൻ ചെയ്താൽ ബാക്കി മെഷീൻ എഫക്റ്റ് ആവില്ല. എഡിറ്റ് മോഡിൽ ചേഞ്ച് ചെയ്യുന്ന മാത്രമാണ് ബാക്കി മെഷീൻ എഫക്റ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് ആനിമേഷൻ ഫോക്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ക്യാമറ ആഡ് ചെയ്യാം. ആൻഡ് അതിനായി ഞാൻ ലേഔട്ടിൽ വരുന്നത് ആൻഡ് ഇവിടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇവിടെ വെച്ച് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യാം. എന്നിട്ട് ക്യാമറ ആഡ് ചെയ്യാം. ആൻഡ് ഇനി ഞാൻ മൂവ് ചെയ്യുന്നു. സോ Z പ്രസ് ചെയ്ത് ഇതേപോലെ ഇവിടെ വെക്കുന്നു. ആൻഡ് ക്യാമറ വ്യൂവിൽ പോകാനായി ഒന്നെങ്കിൽ ഈ ഒരു ഐക്കണ് സെലക്ട് ചെയ്ത് ക്യാമറ വ്യൂ അല്ലെങ്കിൽ നോർമൽ വ്യൂവിലേക്ക് സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ എസ്കേപ്പിൻ്റെ താഴെയുള്ള ബാക്ക് ടിക്ക് കീ സെലക്ട് ചെയ്ത് ഇവിടെ വ്യൂ ക്യാമറ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഫ്രണ്ടിലായിട്ട് വെക്കണം. സോ അതിനായി ഒരുപാട് വേ ഉണ്ട്. സോ ഈ ക്യാമറ വ്യൂവിൽ നിന്ന് ഷിഫ്റ്റ് ബാക്ക് ടിക്ക് കീ പ്രസ് ചെയ്താൽ ഇതേപോലെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗെയിമിലുള്ള WASD വെച്ച് നിങ്ങൾക്കിത് നാവിഗേറ്റ് ചെയ്യാം. സോ W ഫ്രണ്ട് പോവും, S ബാക്ക്, A ലെഫ്റ്റ് ആൻഡ് D റൈറ്റ്. ഇതേപോലെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വരാം. ഇതേപോലെ ഫ്രണ്ട് വ്യൂവിൽ വന്ന ശേഷം വ്യൂവിൽ വരാം. വ്യൂവിൽ അലൈൻ ആക്റ്റീവ് ക്യാമറ ടു വ്യൂ. സോ ഇത് സെലക്ട് ചെയ്താൽ ഏത് വ്യൂവിലാണെന്നുള്ളത് ആ ഒരു വ്യൂ ക്യാമറ കൺസിഡർ ചെയ്യും. ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം. സോ G പ്രസ് ചെയ്ത് മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സൂം ഔട്ട് ചെയ്യാം. ആൻഡ് ക്യാമറേൻ്റെ സെറ്റിങ്സിൽ പോവാം. ഈ ക്യാമറേൻ്റെ പുറത്തുള്ള ബോർഡർ എനിക്ക് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കണം. സോ വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ പോവാം. എന്നിട്ട് ഈ പാസ്വേർഡ് ആവുന്നുള്ള ഓപ്ഷന് കംപ്ലീറ്റ്ലി ഞാൻ 1 ആക്കുന്നത്. സോ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ ഫോക്കൽ ലെങ്ത്തിൽ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് 50 mm ആണുള്ളത്. സോ ഇത് നിങ്ങൾക്ക് വേണ്ട ഫോക്കൽ ലെങ്ത്തിൽ വെക്കാം. ആൻഡ് ഞാനിത് ഡീഫോൾട്ടായിട്ട് വെക്കുന്നത്. ആൻഡ് ആനിമേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടൈം ലൈൻ എക്സ്പാൻഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ കോർണറിൽ വന്ന് ഈ പ്ലസ് കാണുന്നിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇതേപോലെ ഡ്രാഗ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാൻ ടൈം ലൈൻ സെലക്ട് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ടൈം ലൈൻ. ആൻഡ് ഇവിടെ നമുക്ക് നമ്പർ കാണാം. സോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്രെയിമിലാണ്. ഇത് 20th ഫ്രെയിം, 40th ഫ്രെയിം, 60th ഫ്രെയിം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇവിടെ ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ വന്നാൽ നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം. സോ ഈ ക്യാമറ ഇപ്പോൾ ഉള്ളത് 1920x1080 റെസൊല്യൂഷനിലാണ്. നമ്മുടെ നോർമൽ 16:9 ആസ്പെക്ട് റേഷ്യോ. സോ നോർമൽ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസൊല്യൂഷനിൽ വെക്കാം. ആൻഡ് പോർട്രേറ്റ് വ്യൂ ലൈക്ക് യൂട്യൂബിലെ ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാ റീൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂ ഫ്ലിപ്പ് ചെയ്താൽ മതി. സോ ഇവിടെയുള്ള 1920x1080 എന്നുള്ളത് 1080x1920 ചെയ്താൽ മതി. സോ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോർട്രേറ്റ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ട റേഷ്യോയിൽ വെക്കാം. സോ സ്ക്വയർ റേഷ്യോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വാല്യൂ സെയിം ആക്കാം. സോ ഒരു എക്സാമ്പിളിന് 1500 ചെയ്താൽ ഇതേപോലെ സ്ക്വയർ ആയിട്ടുള്ള റേഷ്യോയിൽ കിട്ടും. സോ നിങ്ങൾക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോ ഇവിടെ സെറ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഉള്ളതാണ് ഫ്രെയിം റേറ്റ്. സോ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പ്ലേ ചെയ്താൽ ഇതേപോലെ 24 frames per second പ്ലേ ആവുന്നത്. ഇവിടെ കാണാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി 24-25 ആ ഒരു റേഞ്ചിലാണ് പ്ലേ ആവുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഫ്രെയിം റേറ്റിൽ ചൂസ് ആക്കാം. സോ FPS എന്താണെന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പോൾ 24 സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കർ 24 ഫ്രെയിം എത്തുമ്പോൾ 1 സെക്കൻഡ് ആവും. അതേപോലെ 48 ഫ്രെയിം എത്തുമ്പോൾ 2 seconds ആവും. 70 സെക്കൻഡ് ഫ്രെയിമിലെത്തുമ്പോൾ 3 സെക്കൻഡ് ആവും. ആൻഡ് സോ ഓൺ. ഇതേപോലെ ഓരോ സെക്കൻഡിലും 24 ഫ്രെയിംസ് ഡിസ്പ്ലേ ചെയ്യും. സോ ഇത് ഞാൻ മാറ്റി 30 വെക്കുന്നത്, വിച്ച് മീൻസ് 30 വരുമ്പോൾ ഒരു സെക്കൻഡിൽ എത്തുമ്പോൾ 30 ഫ്രെയിം ആവും. രണ്ടാമത്തെ സെക്കൻഡിൽ 60 ഫ്രെയിം ആൻഡ് മൂന്നാമത്തെ സെക്കൻഡിൽ 90th ഫ്രെയിം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇത് കൂട്ടും തോറും ഇതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് വരും. സോ 60 ഒക്കെ വെച്ചാൽ ഒരു സെക്കൻഡിൽ 60 ഫ്രെയിംസ് ഡിസ്പ്ലേ ആവും. സോ ഞാനിവിടെ 30 വെക്കുന്നത്. ആൻഡ് ഇവിടെ കറൻ്റ്ലി ഇപ്പോൾ 250 ഫ്രെയിംസ് ആണ് ലിമിറ്റിലുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ സ്റ്റാർട്ട് ഉള്ളത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ 1 ആൻഡ് ഇത് വേണമെങ്കിൽ സ്ക്രബ് ചെയ്ത് വേണ്ടടുത്ത് വെക്കാം. സോ ഇതിപ്പോൾ 80 സെക്കൻഡ് ഫ്രെയിമിലാണ് വെച്ചെങ്കിൽ 80 സെക്കൻഡ് ഫ്രെയിം തൊട്ടായിരിക്കും പ്ലേ ആവുന്നത്. സോ പ്ലേ ചെയ്യാനായി സ്പേസ് ബാർ പ്രസ് ചെയ്യാം. ആൻഡ് ഞാൻ 1 വെക്കുന്നത്. ആൻഡ് നിങ്ങൾക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഞാൻ 1000 വെക്കുന്നത്. ഓർ നിങ്ങൾക്ക് ഇവിടെയും സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്യാമറ ആനിമേറ്റ് ചെയ്യാം. ആൻഡ് അതിനായി ക്യാമറ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് മൂവ്മെൻറ്റ് വേണ്ടത് അതിന് കീ ഫ്രെയിം വെക്കണം. സോ എനിക്ക് ഈ ഒരു ക്യാമറ ഇതേപോലെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ് വേണ്ടത്.
ആൻഡ് അതിനായി ഞാൻ ഈ ക്യാമറ ആദ്യം ഒന്ന് ബാക്കോട്ടേക്ക് വെക്കുന്നത്. സോ ജി പ്രസ് ചെയ്ത് മിഡിൽ മൗസ് ബട്ടൺ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കുറച്ച് ഇതേപോലെ വെക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ഫ്രെയിം ഞാൻ 1ലേക്ക് ആക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. സോ ഐ പ്രസ് ചെയ്യാം. ഐ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ കീ ഫ്രെയിം മെനു നമുക്ക് കിട്ടും. ആൻഡ് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലെൻഡർ 4.0 ആണ്. സോ അതും അതിൻ്റെ താഴെയുള്ള വേർഷൻ ആണെങ്കിൽ ഷോർട്ട് കട്ട് ഐ ആണ്. ആൻഡ് 4.1 പിന്നീട് വരുന്ന വേർഷൻ ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ കെ ആണ്. സോ കെ പ്രസ് ചെയ്താൽ കീ ഫ്രെയിം മെനു വരും. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് ലൊക്കേഷനാണ്. സോ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ യെല്ലോ ഡോട്ട് കാണാം. സോ നമ്മുടെ കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഈ ഹാൻഡിൽ ഒരു ഫ്രെയിം 135 വെക്കാം. ആൻഡ് ഇവിടെ ഞാൻ ഫ്രെയിം 135 വെച്ച് ഇനി നമുക്ക് ക്യാമറ മൂവ് ചെയ്യാം. സോ ജി പ്രസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ടേക്കായിട്ട് മൂവ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു പൊസിഷൻ നമുക്ക് കീ ഫ്രെയിം ചെയ്യാം. സോ വീണ്ടും ഐ പ്രസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇനി ഇത് ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ച് പ്ലേ ചെയ്താൽ ഇതേപോലെ ഒരു ആനിമേഷൻ നമുക്ക് കിട്ടും. സോ നോർമൽ വ്യൂവിൽ വന്നാൽ നമുക്കിവിടെ ക്യാമറ മൂവ് ആണെന്ന് കാണാം. ആൻഡ് ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിൽ പ്ലേ ചെയ്യുന്നു. സോ ഇതേപോലെ ക്യാമറ മൂവ് ചെയ്യുന്നത് കാണാം. ആൻഡ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ക്യാമറേൻ്റെ ലൊക്കേഷനാണ് ആനിമേറ്റ് ചെയ്തത്. ആദ്യം ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ച് ഈ ഒരു പൊസിഷനിൽ നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്ത് ആൻഡ് 135 ഫ്രെയിമിൽ ഈ ഒരു പൊസിഷനിൽ കീ ഫ്രെയിം ആഡ് ചെയ്ത്. സോ ഈ രണ്ട് ലൊക്കേഷൻ്റെ ഇടയിലുള്ള മൂവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ ക്യാമറ കാണുന്നത്. ആൻഡ് ക്യാമറ വ്യൂവിൽ വരുന്നത്. ആൻഡ് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ ഇത് സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്പീഡിൽ പോയി സ്ലോലി സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് എനിക്ക് വേണ്ടത് ഈ ഒരു ക്യാമറ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകാനാണ്. സോ ഈ ഒരു ആനിമേഷൻ നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായി എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ആനിമേഷൻ്റെ വർക്ക് സ്പേസിലേക്ക് പോകാം. സോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു 3D വ്യൂ പോർട്ട് മാറ്റി ഞാൻ ഗ്രാഫ് എഡിറ്റർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇത് ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു വിൻഡോ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. സോ എന്നെ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ക്യാമറാൻ്റെ ഈ സെലക്ട് ചെയ്ത ക്യാമറാൻ്റെ ആനിമേഷൻ ഡേറ്റ ഒരു ഗ്രാഫ് രൂപത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ ആനിമേഷൻ കൊടുത്തത് അതൊക്കെ കാണിക്കും. ആൻഡ് നമ്മൾ ലൊക്കേഷനാണ് കൊടുത്തത്. സോ ഇവിടെ XYZ ലൊക്കേഷൻ ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ കൊടുത്തത് Y ലൊക്കേഷനാണ്. സോ ഇത് ഞാൻ ഈ ഒരു Y ലൊക്കേഷൻ 2 പ്രാവശ്യം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ബാക്ക് ടിക്ക് കീ പ്രസ് ചെയ്ത് ഈ ഒരു ഫ്രെയിം സെലക്റ്റഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു Y ലൊക്കേഷൻ നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും. ആൻഡ് ഇവിടെ ഈ ഒരു ആനിമേഷൻ്റെ ഗ്രാഫ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഈ ഗ്രാഫ് എഡിറ്ററിൽ ഈ ഹൊറിസോണ്ടൽ ആക്സിസിലുള്ളത് ഫ്രെയിം നമ്പറാണ് ഇവിടെയുള്ള അതേ വാല്യൂ. ആൻഡ് ഈ വെർട്ടിക്കൽ ആക്സിസിൽ ലൊക്കേഷൻ വാല്യൂ ആണ് ഉള്ളത്. സോ ഇതിപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ ഫസ്റ്റ് ഫ്രെയിമിലുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷനിൽ -2.7352 അതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വാല്യൂ. ആൻഡ് ഇത് ഫ്രെയിം 135 ആകുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ -2.0 അതാണ് ഈ ഒരു വാല്യൂ ഇവിടെ കാണുന്നത്. സോ ഇവിടെ സ്ക്രബ് ചെയ്യുമ്പോൾ Y ലൊക്കേഷൻ മാത്രമേ ചേഞ്ച് ആവൂ. ആൻഡ് ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി ഇതിൻ്റെ സ്പീഡ് കൂടുന്നതാണ്. സോ ഫസ്റ്റ് ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഇതേപോലെ ഗ്രാജുവലി സ്പീഡ് കൂടി ഈ ഒരു ഭാഗത്ത് സെയിം സ്പീഡായിരിക്കും. ആൻഡ് ഇവിടെ എത്തുമ്പോൾ സ്ലോലി സ്പീഡ് കുറയുന്നതാണ്. ആൻഡ് ഇതാണ് നമുക്കിപ്പോൾ ഉള്ള ആനിമേഷൻ. ആൻഡ് എനിക്ക് വേണ്ടത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. സോ അത് വേണമെങ്കിൽ ഈ ഗ്രാഫ് സെലക്ട് ചെയ്തതിന് ഉറപ്പുവരുത്തണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹാൻഡിൽ ടൈപ്പിൽ വെക്റ്റർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് V ആണ്. ഇവിടെ V വെക്റ്റർ സെലക്ട് ചെയ്ത ശേഷം പ്ലേ ചെയ്താൽ ഇതിപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോകുന്നുള്ളത്. ഓൾസോ നിങ്ങൾക്ക് ഹാൻഡിൽസ് വേണ്ട രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ അൺഡു ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ 2 ഹാൻഡിൽസ് ഉണ്ട്. സോ ഇവിടെ ഈ ഒരു ഹാൻഡിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് വ്യൂ പോർട്ടിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇവിടെയും ചെയ്യാം. സോ G പ്രസ് ചെയ്ത് മൂവ് ചെയ്യാം. 6 റൊട്ടേഷൻ അതേപോലെ സ്കെയിലും ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ വന്ന് ഇത് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ പോർട്ടിൽ മാറുന്നത് കാണാം. ആൻഡ് ഈ തരം മോഡിഫിക്കേഷനൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് മെയിൻ അല്ലാത്ത സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഹാൻഡിൽസ് ഇവിടെ കാണാൻ പറ്റും. സോ ഇതും നിങ്ങൾക്ക് മൂവ് ചെയ്ത് ഈ ആനിമേഷൻ കർവ് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ആദ്യം ഉണ്ടാവും ആൻഡ് സ്ലോലി സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. സോ ഇതിപ്പോൾ പ്ലേ ചെയ്താൽ കാണാം പെട്ടെന്നായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി സ്ലോലി സ്റ്റോപ്പ് ചെയ്യുന്നത്. അതേപോലെ ഇൻ്റർപോളേഷൻ ടൈപ്പ് ഉണ്ട്. സോ ഞാൻ കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്ത് ഇവിടെ ഇൻ്റർപോളേഷൻ ടൈപ്പിൽ പോയാൽ ഒരുപാട് മോഡ്സ് ഇവിടെ കാണാൻ പറ്റും. സോ ഞാൻ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 3 വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ എലാസ്റ്റിക് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്താൽ ഇതേപോലെ എലാസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ബൗൺസ്, ഈ ഒരു ബൗൺസി എഫക്റ്റ് കിട്ടും. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് ഹാൻഡിൽ വെക്റ്ററിൽ വെക്കുന്നു.
ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആനിമേഷൻ കഴിഞ്ഞ്. ആൻഡ് ഈ ഒരു ആനിമേഷൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായി നമുക്ക് വേണമെങ്കിൽ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് ആനിമേറ്റ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഈ ക്യാമറ തന്നെ റൊട്ടേഷൻ ആനിമേഷൻ ചെയ്യാം, അതേപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് വേണമെങ്കിൽ കൊടുക്കാം. സോ എൻ്റെ ഒറിജിനൽ പ്രോജക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇതിന് ചെറുതായിട്ടൊന്ന് റൊട്ടേഷനും അതേപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്റ്റും കൊടുത്തിന്. സോ ഇനീഷ്യലി ഈ ഒരു റൊട്ടേഷനും അതേപോലെ ബ്ലറായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇത് ഞാൻ സ്ക്രബ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടും. സോ സട്ടിലായിട്ടുള്ള ഒരു എഫക്റ്റാണ്, ബട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായി നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. ആൻഡ് അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നിങ്ങളുടെ ക്യാമറ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഞാൻ ഫ്രെയിം 1 പോകുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ക്യാമറ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. സോ എക്സ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എക്സ് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാം. സോ പ്രസ് ചെയ്യുന്നു. ആൻഡ് ആദ്യം നമ്മൾ ലൊക്കേഷനായിരുന്നു സെലക്ട് ചെയ്തത്. ആൻഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ റൊട്ടേഷനാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ 3 ആക്സിസിലത്തെ റൊട്ടേഷൻ വാല്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇനി ഞാൻ ഫ്രെയിം 100 പോകുന്നു. ആൻഡ് ഇനി നമുക്ക് ഈ ക്യാമറ സ്ട്രെയിറ്റ് ആക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ വാല്യൂ മോഡിഫൈ ചെയ്യാം, നമ്മുടെ എക്സ് ആക്സിസിലെ റൊട്ടേഷൻ വാല്യൂ. സോ ഇപ്പോൾ ഉള്ളത് 85 ആണ്. ആൻഡ് ഇത് സെലക്ട് ചെയ്ത് 90 ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ കീ ഫ്രെയിം ആഡ് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു വാല്യൂവിൻ്റെ മുകളിലായിട്ട് പ്രസ് ചെയ്താൽ മതി. സോ ഇതിപ്പോൾ കീ ഫ്രെയിം ഇവിടെ ആഡ് ആയി. സോ ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ റൊട്ടേഷൻ എഫക്റ്റ് കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ഗ്രാഫിൽ കാണാം. സോ എക്സ് റൊട്ടേഷൻ ഉള്ളത് 2 പ്രാവശ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക് ടിക്കി ഫ്രെയിം സെലക്ട് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ റൊട്ടേഷൻ്റെ ഗ്രാഫ്. ആൻഡ് ഇവിടെ ആ വാല്യൂ കാണാം. സോ ഈ ഒരു ഫ്രെയിം 100 90 ആയി. ആൻഡ് ഫ്രെയിം 1 ഏകദേശം 85.5 എന്ന വാല്യൂയിലാണുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേർവ് മോഡിഫൈ ചെയ്യാം. സോ ഇതും ഗ്രാജുവലി റൊട്ടേഷൻ സംഭവിക്കുന്നതാണ്. സോ ഈ ഒരു കേർവ് ഞാൻ ചെറുതായിട്ട് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നത്. സോ എക്സ് ആൻഡ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു കേർവും കൂടി ഞാൻ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു, കുറച്ചും കൂടി സ്മൂത്ത്നെസ്സിന് വേണ്ടി. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്താൽ ഇതേപോലെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ബ്ലർ എഫക്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ആഡ് ചെയ്യാം. സോ അതിനായി ഇവിടെ ക്യാമറ സെലക്ട് ചെയ്ത് ക്യാമറേൻ്റെ പ്രോപ്പർട്ടീസിൽ വരാം. ആൻഡ് ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ഇത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഉള്ള എഫ് സ്റ്റോപ്പ് മോഡിഫൈ ചെയ്യാം. സോ ഇതിൻ്റെ വാല്യൂ ഞാൻ ഇതേപോലെ ഡിക്രീസ് ചെയ്താൽ ഇതേപോലെ ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടും. സോ ഇതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഞാൻ ഈ വാല്യൂ 0.3 ആക്കി വെക്കുന്നു. ആൻഡ് ഫ്രെയിം 1 ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഇതേപോലത്തെ വാല്യൂസ് ആനിമേറ്റ് ചെയ്യാനായി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ കേഴ്സർ വെക്കാം. എന്നിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫ്രെയിം 100 വരാം. ആൻഡ് ഇവിടെ ഇതിൻ്റെ വാല്യൂ ഞാൻ 10 ആക്കി വെക്കുന്നു. എന്നിട്ട് നമുക്ക് വീണ്ടും പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ ആ കീ ഫ്രെയിം ആഡായി. ഓൾസോ കീ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറേൻ്റെ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ ഒരു കീ ഫ്രെയിം വെച്ച വാല്യൂ ഇവിടെ കാണാം. സോ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ഇത് ഈ ഒരു എഫ് സ്റ്റോപ്പിൻ്റെ ഗ്രാഫാണ്. ആൻഡ് ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ആനിമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഏതാണോ പാരാമീറ്റർ വേണ്ടത് അതിലേക്ക് കീ ഫ്രെയിം വെക്കാം. ആൻഡ് അത് മോഡിഫൈ ചെയ്യാനായി നിങ്ങൾക്ക് ആനിമേഷനിൽ ഈ ഒരു ഗ്രാഫ് എഡിറ്ററിൽ മോഡിഫൈയും ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ആനിമേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് ആനിമേഷൻ നമ്മൾ ചെയ്ത് ആൻഡ് സെക്കൻഡ് ഈ ഒരു ആനിമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് ചെയ്യാൻ പഠിച്ചാൽ ഈ ഒരു തേർഡ് ആനിമേഷൻ നിങ്ങൾക്ക് ചെയ്യാം. സോ സെയിം മെത്തേഡാണ് സെക്കൻഡും തേർഡും. ആൻഡ് ഫൈനലി ഈ ഒരു ഫോർത്ത് ആനിമേഷനും നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് ലേ ഔട്ടിൽ പോയി സെക്കൻഡ് ക്യാമറ ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കേഴ്സർ ഇവിടെ വെക്കുന്നത്. എന്നിട്ട് ഷിഫ്റ്റ് ക്യാമറ. ആൻഡ് ഈ ക്യാമറ ഞാൻ ഇവിടെ മൂവ് ചെയ്യുന്നു. ആൻഡ് കറൻ്റ്ലി ക്യാമറ വ്യൂവിൽ പോയാൽ ഈ ഒരു ക്യാമറ വ്യൂവിലായിരിക്കും ഉണ്ടാകുന്നത്. സോ ഇപ്പോൾ ആഡ് ചെയ്ത ക്യാമറ വ്യൂവിൽ പോകാനായി ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണ് സെലക്ട് ചെയ്യണം. സോ ഈ ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു ക്യാമറ ഹൈലൈറ്റ് ആയി. ആൻഡ് ഇനി ഞാൻ ഈ ഒരു ക്യാമറ വ്യൂവിൽ പോയാൽ പുതിയ ആഡ് ചെയ്ത ക്യാമറ വ്യൂവിലേക്കും വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം, ഏത് ക്യാമറ വ്യൂവിൽ വേണ്ടതെന്നുള്ളത് ഈ ഒരു ഐക്കൺ വെച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ക്യാമറ ഫ്രെയിം അനുസരിച്ച് ബൈൻഡ് ചെയ്യാം. സോ ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ക്യാമറയിലാണുള്ളത്. ആൻഡ് ഈ ഒരു ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് ക്യാമറയിലേക്ക് ഇതേപോലെ സ്വിച്ച് ആവും. ആൻഡ് ഇവിടെയും അതേപോലെ തന്നെയാണ്. സോ ഇവിടെ എത്തുമ്പോൾ തേർഡ് ഫ്രെയിമിലേക്ക് പോകും. ആൻഡ് ഇവിടുന്ന് ഫോർത്ത് ഫ്രെയിമിലേക്കും. സോ ഇതേപോലെ പ്ലേ ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ ഇടയിൽ ക്യാമറ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഞാനിവിടെ പോയിന്ന് ആൻഡ് ആദ്യം തന്നെ നമുക്ക് ഈ ക്യാമറ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഫ്രെയിം 1 വരുന്നു ആൻഡ് ഇവിടെ മാർക്കർ സെലക്ട് ചെയ്യുക. ബൈൻഡ് ക്യാമറ ടു മാർക്കേഴ്സ് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ക്യാമറേൻ്റെ മാർക്കർ കാണും ആൻഡ് ഇവിടെ ഇതിപ്പോൾ ഹൈലൈറ്റ് ആയിട്ടും കാണും. ഇനി ഞാൻ ഈ ക്യാമറേൻ്റെ എൻഡ് ഫ്രെയിമിലേക്ക് പോകുന്നു. സോ ഇവിടെ നിന്നാണ് നമ്മുടെ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ ഒരു 135 ഫ്രെയിമിലെത്തുമ്പോൾ നമ്മുടെ ആനിമേഷൻ സ്റ്റോപ്പ് ആവും ആൻഡ് 136 ഫ്രെയിമിൽ നമുക്ക് സെക്കൻഡ് ക്യാമറയിലേക്ക് സ്വിച്ച് ആക്കാം. സോ ഈ ഒരു ക്യാമറയിലേക്ക് 136 ഫ്രെയിമിൽ സ്വിച്ച് ചെയ്യണം. സോ അതിനായി 136 ഫ്രെയിമിൽ വരാം ആൻഡ് ഇവിടെ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്യാം. എന്നിട്ട് മാർക്കറിൽ പോവാം, ബൈൻഡ് ക്യാമറ ടു മാർക്കേഴ്സ് ആൻഡ് ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ക്യാമറ ഈ ഒരു 136 ഫ്രെയിമിലെത്തുമ്പോൾ സ്വിച്ച് ആവും. സോ നമുക്ക് റീനെയിം ചെയ്യാം. ഞാൻ ആദ്യത്തെ ക്യാമറ സീൻ 1 എന്ന് കൊടുക്കുന്നു ആൻഡ് രണ്ടാമത്തെ ക്യാമറ ഇവിടെ സീൻ 2 എന്ന് കൊടുക്കുന്നത്. സോ നിങ്ങൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സോ സീൻ 1 ഫസ്റ്റ് ക്യാമറ വ്യൂ ആയിരിക്കും ഉണ്ടാകുന്നത് ആൻഡ് 136 ഫ്രെയിമിലെത്തുമ്പോൾ ഈ ഒരു സെക്കൻഡ് ക്യാമറയിലേക്ക് സ്വിച്ച് ആവും. ഓക്കെ, ഇനി ഈ ഒരു ക്യാമറ നമുക്ക് ആനിമേറ്റ് ചെയ്യാം ആൻഡ് ഈ ഒരു ക്യാമറയിൽ പോകുന്നു. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വാല്യൂ 1 ആക്കുന്നു. സോ ഷിഫ്റ്റ് ബാക്ക് കീ പ്രസ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാം WASD ഉപയോഗിച്ച്. ആൻഡ് അതേപോലെ താഴോട്ടും മുകളിലോട്ടും പോകാനായി Q അല്ലെങ്കിൽ E പ്രസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിത് ഇപ്പോൾ ഇതേപോലെ വെക്കുന്നു, ഈ ഒരു ആംഗിളിലായിട്ട് വെക്കുന്നു ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ നമുക്ക് 136 ഫ്രെയിമിൽ കീ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യാം. സോ ഇവിടെ 136 ഫ്രെയിമിൽ വന്ന് ആൻഡ് നമുക്ക് കീ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യാം. സോ എന്നിട്ട് ഇപ്രാവശ്യം നമ്മൾ ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. സോ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു ആൻഡ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഏകദേശം 250 ഫ്രെയിമിൽ വരുന്നു. ആൻഡ് ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ രണ്ടും സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരുമിച്ചായിരിക്കും ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ N പ്രസ് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് ബാക്ക് കീ പ്രസ് ചെയ്ത് ഞാൻ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ റൊട്ടേഷന് ചേഞ്ച് ആവുന്ന കാണാം. ആൻഡ് അതേപോലെ WASD വെച്ച് ഈ ക്യാമറേൻ്റെ ലൊക്കേഷനും ചേഞ്ച് ആവാം. സോ ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ആ ലൊക്കേഷൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന കാണാം. സോ ഇതേപോലെ ഞാൻ വെച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ഇനി പ്രസ് ചെയ്യുക ആൻഡ് അഗെയിൻ ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക. കാരണം നമ്മളിവിടെ ലൊക്കേഷനും അതേപോലെ റൊട്ടേഷനും രണ്ടും ഒരേ സമയത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ ലൊക്കേഷനും റൊട്ടേഷനും സെലക്ട് ചെയ്താൽ ക്യാമറേൻ്റെ രണ്ടും ലൊക്കേഷനും റൊട്ടേഷനും കൺസിഡർ ചെയ്ത് കീ ഫ്രെയിം വെക്കും. സോ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ ക്യാമറേൻ്റെ ലൊക്കേഷനും റൊട്ടേഷനും രണ്ടും കൺസിഡർ ചെയ്തായിരിക്കും കീ ഫ്രെയിം വെക്കുന്നത്. ആൻഡ് ഇനി ഇത് സ്ക്രബ് ചെയ്താൽ ഇതേപോലുള്ളൊരു ആനിമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ലൊക്കേഷന് റൊട്ടേഷന് സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതും ഞാൻ കോൺസ്റ്റൻറ്റ് സ്പീഡിലാക്കുന്നത്. സോ ഇവിടെ തന്നെ ഈ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്യണം. എന്നിട്ട് വെക്റ്റർ ആൻഡ് ഇനി ഇത് പ്ലേ ചെയ്താൽ ഇതേപോലുള്ളൊരു ആനിമേഷൻ നമുക്ക് കിട്ടും. ഓൾസോ ഈ ഒരു കീ ഫ്രെയിമിൽ ഞാൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് ബാക്ക് കീ എന്നിട്ട് ചെറുതായിട്ട് സെൻറ്ററിൽ വെക്കുന്നത്, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം ആൻഡ് അഗെയിൻ ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ആനിമേഷനും കൂടി കഴിഞ്ഞ് ഇനി ലാസ്റ്റായി ഒരു ആനിമേഷനും കൂടി നോക്കാം. സോ ഇതിലെ ഈ ഒരു ആനിമേഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിലെ ഈ ഒരു ബേസിക് ഫിസിക്സ് ഉണ്ടാവും, അതേപോലെ ഡെപ്ത് ഓഫ് ഫീൽഡ്, പിന്നെ ഈ ബേസിക് റൊട്ടേഷനും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് വന്ന് പുതിയൊരു ക്യാമറ ആഡ് ചെയ്യാം. സോ ഷിഫ്റ്റ് ക്യാമറ എന്നിട്ട് ഈ ക്യാമറ ചെറുതായിട്ട് മൂവ് ചെയ്യാം ആൻഡ് ഈ ഒരു ക്യാമറ വ്യൂവിൽ പോകണം. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രീൻ ഐക്കൺ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു ടോപ്പ് വ്യൂവിൽ വന്ന് ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു നോർമൽ വ്യൂ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വ്യൂവിൽ പോവാം, അലൈൻ ആക്റ്റീവ് ക്യാമറ ടു വ്യൂ ഇത് സെലക്ട് ചെയ്യാം. ആൻഡ് സെലക്ട് ചെയ്ത ശേഷം ഈ ക്യാമറ സെലക്ട് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ 1 ആക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യാം. സോ മിഡിൽ മൗസ് ബട്ടൺ എന്നിട്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു 250 ഫസ്റ്റ് ഫ്രെയിമിൽ മാർക്കർ പ്ലേസ് ചെയ്യാം. സോ മാർക്കർ ബൈൻഡ് ക്യാമറ ടു മാർക്കർ ആൻഡ് ഈ ഒരു ക്യാമറനെ വേണമെങ്കിൽ റീനെയിം ചെയ്യാം. സോ സീൻ 3 എന്ന് കൊടുക്കുന്നത്
ആൻഡ് ഇനി ഈ തേർഡ് ക്യാമറ 250 ഫസ്റ്റ് ഫ്രെയിമിൽ ഡിസ്പ്ലേ ആവും. ആൻഡ് ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഫ്രെയിമിൽ വന്ന് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് റൊട്ടേഷൻ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് കീ ഫ്രെയിം ഇൻസെറ്റ് ചെയ്യാം. സോ നമുക്ക് റൊട്ടേഷൻ മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏകദേശം ഒരു 400th ഫ്രെയിമിൽ പോവാം, അല്ലെങ്കിൽ ഈ ഒരു 380th ഫ്രെയിമിൽ വെക്കുന്നത്. ആൻഡ് ഇവിടെ ഇതേപോലെ റൊട്ടേഷൻ ചെയ്യാം. സോ 6 പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. സോ ഇതേപോലെ റൊട്ടേഷൻ ആനിമേഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഇത് നമുക്ക് വെക്ടറിലേക്ക് ആക്കാം. സോ വെക്ടർ. ആൻഡ് ഇതിപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആനിമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ആനിമേഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ ചെറിയ സ്ഫിയേഴ്സ് ഈ ഒരു ക്യാമറ ആനിമേഷനിൽ ആഡ് ചെയ്യാം. സോ ഞാനിവിടെ കേഴ്സർ ഈ ക്യാമറേൻ്റെ അടുത്ത് വെക്കുന്നത്. സോ ഷിഫ്റ്റ് എസ്, കേഴ്സർ ടു സെലക്റ്റഡ്, എന്നിട്ട് ഷിഫ്റ്റ് എ, മെഷിൽ UV സ്ഫിയർ ആഡ് ചെയ്യാം. ആൻഡ് ഇത് സ്കെയിൽ ഡൗൺ ചെയ്യുന്ന ഏകദേശം ഈ ബീഡിൻ്റെ അത്ര സൈസിലുള്ള സ്ഫിയറാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് ഇത് ക്യാമറേൻ്റെ അടുത്തായി നമുക്ക് പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതിന് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. സോ ഇവിടെ മെറ്റീരിയൽ വരാം. എന്നിട്ട് ഞാനിവിടെ ഈ ബീഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഓക്കെ, ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഞാൻ ചെറുതായിട്ട് റഫ്നെസ് ഒന്ന് കുറയ്ക്കണം. ഇനി ഇത് നമുക്ക് ഫിസിക്സ് ആഡ് ചെയ്യാം. സോ ഇവിടെ ഫിസിക്സ് പ്രോപ്പർട്ടീസിൽ വരാം. എന്നിട്ട് ഇവിടെ റിജിഡ് ബോഡി സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഫസ്റ്റ് തന്നെ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ആൻഡ് ഈ ഒരു സ്ഫിയർ നമ്മൾ ആക്റ്റീവ് എന്ന ഓപ്ഷനിൽ വെക്കും. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് കൊലൈഡ് ചെയ്യുന്ന ആ ഒരു വസ്തു. സോ ഇവിടെ ആ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ ഈ ഒരു ഫ്രെയിമിൻ്റെ മുകളിലായിട്ടാണ് വീഴുന്നത്. സോ അത് നമ്മൾ പാസീവിൽ വെക്കും. സോ ഇത് ആക്റ്റീവാണ്. ആൻഡ് ഈ ഒരു കൗണ്ടർ ടോപ്പ് നമ്മൾ പാസീവിൽ വെക്കും. ആൻഡ് അതേപോലെ ഈ ഒരു മാസ് നമുക്ക് വേണമെങ്കിൽ ഒരു 0.05 കൊടുക്കാം. ആൻഡ് അതേപോലെ ഇതിൻ്റെ ഷേപ്പ് ഞാൻ സ്ഫിയറിൽ വെക്കുന്നത്. സോ ഈ ഒരു സ്ഫിയറിൻ്റെ രൂപത്തിലായതുകൊണ്ട് ഇവിടെ സ്ഫിയർ എന്ന ഓപ്ഷൻ കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് ആ കൗണ്ടർ ടോപ്പ് അതേപോലെ കൊടുക്കാം. സോ ഈ കൗണ്ടർ ടോപ്പ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റിജിഡ് ബോഡി. ആൻഡ് ഇവിടെ ടൈപ്പിൽ പാസീവ് സെലക്ട് ചെയ്യാം. ആൻഡ് ഷേപ്പിൽ ഞാൻ ഈ മെഷ് കൊടുക്കുന്നത്. സോ ഇവിടെ കൊല്യൂഷൻ നടക്കുമ്പോൾ ഏത് ഷേപ്പിലാണ് കൊല്ലൈഡ് ആവേണ്ടത് എന്നുള്ള, സോ ഇവിടെ മെഷ് കൊടുക്കുമ്പോൾ ഈ ഒരു മെഷിൻ്റെ അതേ ഷേപ്പിലായിരിക്കും കൊല്യൂഷൻ ഡിറ്റക്റ്റ് ആവുന്നത്. സോ ഇത് വേറെ ഞാൻ ഇപ്പോൾ ഇവിടെ ബോക്സ് കൊടുത്താൽ ഈ ഒരു മെഷിൻ്റെ ഇവിടെ ഒരു എക്സ്ട്രാ ഔട്ട്ലൈൻ കാണാൻ പറ്റും. സോ ഈ ഒരു ബോക്സ് കൊടുത്തപ്പോൾ ഇതാണ് ആ ഒരു കൊല്യൂഷൻ്റെ ഔട്ട്ലൈന്. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ, സോ ഞാൻ ഈ ഒരു ഫ്രെയിം 1ൽ വെക്കുന്നത്. ആൻഡ് പ്ലേ ചെയ്ത് ഈ ഒരു കൊല്യൂഷൻ നടക്കുന്നത് ഈ ഒരു ബോക്സിലായിരിക്കും, ബോക്സിൻ്റെ മുകളിലായിട്ടായിരിക്കും. സോ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ വന്നാൽ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്. ആൻഡ് ഈ താഴെയുള്ള ഈ ഒരു ഔട്ട്ലൈനാണ് കൊല്യൂഷൻ ബോക്സ്. ആൻഡ് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്ഫിയർ വീണിട്ടുണ്ടാവുക. സോ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു സ്ഫിയർ കറക്റ്റ് ആ ഒരു ബോക്സിലാണ് കൊളൈഡ് ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് ഷേപ്പ് മെഷിൽ വെക്കുന്നത്. സോ ഇത് ആക്ച്വൽ മെഷിൻ്റെ ജിയോമെട്രി കൺസിഡർ ചെയ്ത് കൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഫ്രെയിം 1ലുണ്ടെന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ബോൾ വീഴുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലായിട്ടാണ് വീഴുന്നത്. സോ ഞാൻ ഫ്രെയിം 1ൽ പോകുന്നത്. ആൻഡ് ചില സമയത്ത് എനിക്ക് കറക്റ്റായി കിട്ടുന്നത്, പക്ഷേ ചില സമയത്ത് ഇതേപോലെ ഈ ഒരു ഇടയിൽ വീഴുന്നത്. സോ അതിന് ഫിക്സ് ആയിട്ട് ഞാൻ ചെയ്തത് ഈ ഒരു കൗണ്ടർ ടോപ്പ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് മെഷ് മാറ്റി ഈ ഒരു കോൺവെക്സ് ഹാളിൽ സെലക്ട് ചെയ്തു. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് വീഴുന്നു. സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട. ആൻഡ് ഇതേപോലത്തെ ഇഷ്യൂ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ 2 ഷേപ്പ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇനി ഇതിന് നമുക്ക് ബൗൺസി എഫക്റ്റ് കൊടുക്കാം. സോ ഇതിപ്പോൾ കറൻ്റ്ലി പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഡയറക്റ്റ് വന്ന് അവിടെ വീഴുന്നതാണ്. ആൻഡ് ഇതിന് ചെറുതായിട്ട് നമുക്ക് ബൗൺസിനെസ് എഫക്റ്റ് കൊടുക്കാം. സോ അതിനെ സ്ഫിയർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സർഫസ് റെസ്പോണ്ടിൽ ബൗൺസിനെസ് ഒരു 0.7ൽ വെക്കാം. ആൻഡ് അതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെയും ബൗൺസിനെസ് ഞാൻ കംപ്ലീറ്റ്ലി 1ലേക്ക് ആക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബൗൺസി എഫക്റ്റ് നമുക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് റെഡ്യൂസ് ചെയ്യാം. സോ ആ ഒരു എഫക്റ്റ് അധികമായി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ,
ആൻഡ് ഇനി ഇത് നമുക്ക് ഈ ഒരു വ്യൂവിൽ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഷിഫ്റ്റ് D എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 8-10 കോപ്പി നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് അതേപോലെ ഞാൻ ടോപ്പ് വ്യൂവിൽ വരുന്നു. ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ഒരു ആക്സിസ്, നമ്മുടെ Y ആക്സിസിൽ ഇത് വേരിയേഷൻ വരുത്താം. ഓക്കെ, അങ്ങനെ ഞാൻ ഇതേപോലെ വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബൗൺസി എഫക്റ്റിൽ നമുക്ക് കിട്ടും. ആൻഡ് ഈ ഒരു ഫ്രെയിമും കൂടി നമുക്ക് കൊല്യൂഷൻ എനേബിൾ ചെയ്യാം. സോ ഇതിപ്പോൾ ഈ സ്ഫിയേഴ്സൊക്കെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പാസ്സാകുന്നുണ്ട്. അതിനായി ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് റിജിഡ് ബോഡി സെലക്ട് ചെയ്യാം. എന്നിട്ട് ടൈപ്പിൽ പാസീവ് കൊടുക്കാം. ആൻഡ് ഇതും ഞാൻ ഷേപ്പ് കോൺവെക്സ് ആളിൽ വെക്കുന്നു. ആൻഡ് ഇനിയിപ്പോൾ ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതിപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിനും ബൗൺസിനെസ് നമുക്ക് 1ലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ആനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ഫിയറിനെ കുറച്ച് ട്വീക്ക് ചെയ്യാം. സോ ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഴുന്നത്. സോ അതിനെ നമുക്ക് ഈ ഒരു സീൻ പ്രോപ്പർട്ടീസിൽ വരാം. എന്നിട്ട് റിജിഡ് ബോഡി വേൾഡ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ആദ്യം തന്നെ സ്പീഡ് എന്നുള്ള ഓപ്ഷനെ ചേഞ്ച് ചെയ്യാം. സോ ഇത് ഞാൻ ആദ്യം 0.5 വെച്ച് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സോ 0.5 വെച്ച് ആൻഡ് ഫ്രെയിം 1 വന്ന് പ്ലേ ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് പറയാൻ വിട്ടുപോയ കാര്യം, നിങ്ങൾക്ക് ഓരോ സ്ഫിയറിൻ്റെ ബൗൺസിനെസ് വാല്യൂ വേരിയേഷന് വേണ്ടി ചേഞ്ച് ചെയ്യാം. സോ ഞാനിവിടെ ഓരോ സ്ഫിയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫിസിക്സിൽ ഇതിൻ്റെ ബൗൺസിനെസ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. സോ ഇത് കുറച്ച് വേരിയേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ ഇതിൻ്റെ സ്പീഡ് ചെറുതായിട്ട് കുറയ്ക്കുന്നു. സോ ഇവിടെ സീൻ പ്രോപ്പർട്ടീസിൽ 0.35 വെക്കുന്നു. ആൻഡ് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേപോലെയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ക്യാമറ വ്യൂവിലാണ് കാണേണ്ടത്. സോ ഇപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലാണ് കാണുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് ഫ്രെയിം എന്നുള്ളത് ഈ ഒരു ക്യാമറ വ്യൂ ആണ്. ആൻഡ് നമ്മളെ തേർഡ് ക്യാമറ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ഉള്ളത് 250 ഫസ്റ്റ് ഫ്രെയിമിലാണ്. നമ്മുടെ ഫിസിക്സ് ഈ ഒരു 250 ഫസ്റ്റ് ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്യാനായി നമുക്കിവിടെ സീൻ പ്രോപ്പർട്ടീസിൽ ക്യാഷിൽ വരാം. എന്നിട്ട് സിമുലേഷൻ സ്റ്റാർട്ട് എന്നുള്ളത് 251 എന്ന് കൊടുക്കാം. സോ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്രെയിമിലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്രെയിമിൽ വെക്കുമ്പോൾ പ്ലേ ആകുന്നത്. ആൻഡ് ഇവിടെ സിമുലേഷൻ സ്റ്റാർട്ട് എന്നുള്ളത് 250 ഫസ്റ്റ് ഫ്രെയിമിൽ വെക്കാം. ആൻഡ് നമ്മുടെ എൻഡ് വേണമെങ്കിൽ ഈ ഒരു ക്യാമറ എൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു എൻഡ് വാല്യൂ കൊടുക്കാം. സോ ഇതിപ്പോൾ 380th ഫ്രെയിമാണ്. സോ അതുകൊണ്ട് എൻഡിൽ 380 എന്ന് കൊടുക്കുന്നത്. എന്നിട്ട് മുമ്പ് ചെയ്തല്ലോ ഡിലീറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ കറക്റ്റ് പ്ലേ ചെയ്യാനായി ഈ കളക്ഷന്, ഈ റിജിഡ് ബോഡി വേൾഡ് എന്ന കളക്ഷന് റിമൂവ് ചെയ്ത് വീണ്ടും ഈ റിജിഡ് ബോഡി വേൾഡ് ആഡ് ചെയ്യാം. ആൻഡ് ഇനി ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ തേർഡ് ക്യാമറയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ചെറുതായിട്ടൊന്ന് മാറ്റാണ്ട്. സോ ഇവിടെ സിമുലേഷൻ സ്റ്റാർട്ടിൽ നമുക്ക് മേ ബി ഒരു 240th ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ടാവാം. എന്നാലേ ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോസ് നമുക്ക് ഫീൽ ആകുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയി 240th ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ കളക്ഷനിൽ ഇത് റിമൂവ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ആ ഒരു കണ്ടിന്യൂസ് എഫക്റ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂവ് ചെയ്യാം ഓരോന്ന്. സോ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് ടോപ്പ് വ്യൂവിൽ വരാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ഇതേപോലെ ഓരോന്ന് മാറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വെച്ച ശേഷം പ്ലേ ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഒരു ഫൈനൽ ടച്ചിനായി ഞാൻ ഒരു ഫോഴ്സ് ഫീൽഡ് ആഡ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ, ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നുള്ളത്. സോ ലെഫ്റ്റോ റൈറ്റോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല. സോ അതിനായി ചെറിയൊരു മൂവ്മെൻറ്റിന് നമുക്ക് ഫോഴ്സ് ഫീൽഡ് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ കേഴ്സർ വെക്കുന്നത്, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഷിഫ്റ്റ് ഇവിടെ ഫോഴ്സ് ഫീൽഡിൽ ഈ ഒരു ഫോഴ്സ് സെലക്ട് ചെയ്യാം. ആൻഡ് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഫിസിക്സിലേക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യണം. സോ ഇവിടെ മാക്സിമം ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഡ്രൈ ഗ്രാസിനും ആ ഒരു ഫോഴ്സ് എഫക്റ്റ് ആകുന്നുണ്ട്. നമുക്കിവിടെ കാണാം മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രൈ ഗ്രാസിനും എഫക്റ്റ് ആകുന്നത്. സോ അത് വേണ്ട, നമുക്കിവിടെ മാക്സിമം ഡിസ്റ്റൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു വാല്യൂ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഔട്ട്ലൈൻ കാണാം ഈ ഒരു ഫോഴ്സ് ഫീൽഡിന്. ആൻഡ് ഈ ഒരു ഔട്ട്ലൈൻ നമുക്ക് വേണ്ട രീതിയിൽ വെക്കാം. ആൻഡ് അത് ഞാൻ ഇതേപോലെ മൂവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ടോപ്പ് വ്യൂവിൽ ഈ ഒരു സ്ഫിയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ വെക്കുന്നു. ആൻഡ് ഇതിപ്പോൾ ഈ ഒരു സ്ഫിയർ വീഴുമ്പോൾ ചെറുതായിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം.
ഓക്കെ, ചെറുതായിട്ടൊന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി പ്ലേ ചെയ്യാം. കണ്ടില്ലേ, ഒരു സട്ടലായിട്ടുള്ള എഫക്റ്റാണ്. മേ ബി ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തത്. ഓക്കെ, ഒന്ന് ക്യാമറ വ്യൂയിലും കൂടി നോക്കാം. മേ ബി വേണമെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ ഒരു റിജിഡ് ബോഡി ഫിസിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ്, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനിമേഷൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വരാം. സോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് 240 സോ ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചേഞ്ച് വരുത്താം. സോ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്ഫിയർ ഇതേപോലെ തെറിച്ച് പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കത് ഒഴിവാക്കാനായി ഏതാണോ ആ തെറിച്ച് വീണ സ്ഫിയർ അത് സെലക്ട് ചെയ്യണം. സോ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൽ വന്ന് ഞാനിത് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇത് വീണ്ടും പ്ലേ ചെയ്താൽ അത് കറക്റ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ വേരിയേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡും കൂടി ആഡ് ചെയ്യാം. സോ ഈ ഒരു ക്യാമറ നമുക്ക് ആദ്യം ഈ സ്ഫിയറിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ഫൈനലി ഈ ഒരു ഫ്രെയിമിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ആനിമേഷൻ കൂടി വരുത്താം. സോ അതിനായി ഞാൻ ആദ്യം ഒരു എംപ്റ്റി ആഡ് ചെയ്യുന്നു. സോ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഫ്രെയിമിൻ്റെ അടുത്ത് വെക്കുന്നത് ആൻഡ് ഷിഫ്റ്റ് എംപ്റ്റി പ്ലെയിൻ ആക്സിസ്. സോ ഈ ഒരു പ്ലെയിൻ ആക്സിസ് ഞാൻ വെക്കുന്നത് ഈ ഒരു ക്യാമറേൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഒരു കൺട്രോളർ പോലെ ആയിട്ടാണ്. ആൻഡ് ഞാൻ ഈ ക്യാമറ വ്യൂവിൽ പോയി ഈ ക്യാമറ സെലക്ട് ചെയ്ത് ഈ ഒരു ക്യാമറേൻ്റെ പ്രോപ്പർട്ടീസിൽ വരാം. എന്നിട്ട് ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യാം. ആൻഡ് ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് ഈ ഒരു എംപ്റ്റി സെലക്ട് ചെയ്യാം. സോ ഇത് ഇവിടെ ഐ ഡ്രോപ്പറിൽ ഈ ഒരു എംപ്റ്റി ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു എംപ്റ്റി ആയിരിക്കും. സോ ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യുമ്പോൾ സെഡ് ആക്സിസിൽ മൂവ് ചെയ്യുമ്പോൾ, സോ ഇവിടെ ഞാൻ ഈ ഒരു സ്ഫിയറിൻ്റെ അടുത്ത് വെക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ ഈ ഒരു സ്ഫിയറിനാണ് കംപ്ലീറ്റ് ഫോക്കസ് ഉള്ളത്. ആൻഡ് ഈ ഒരു എംപ്റ്റി ഞാൻ ഇനി ഈ ഒരു ഫ്രെയിമിൻ്റെ അടുത്തായിട്ട് വെച്ചാൽ ഇപ്പോൾ കംപ്ലീറ്റ് ഫോക്കസ് ഈ ഫ്രെയിമിനായിരിക്കും. സോ നമുക്ക് ഈ ഒരു എംപ്റ്റി ആനിമേറ്റ് ചെയ്ത് നമ്മുടെ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ കൺട്രോളായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഈ ഒരു സീൻ്റെ 250 ഫസ്റ്റ് ഫ്രെയിമിൽ വരുന്നു. ആൻഡ് ആദ്യം എംപ്റ്റീനെ ഞാൻ സ്ഫിയറിൻ്റെ അടുത്ത് വെക്കുന്നു. ആൻഡ് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യാം. സോ ഐ പ്രസ് ചെയ്യാം, എന്നിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് ഒരു 300-ാം ഫ്രെയിമിൽ വന്ന് ഞാൻ ഈ ഒരു എംപ്റ്റി ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ അടുത്തായി വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും ഐ പ്രസ് ചെയ്യാം, ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. സോ ഇതിപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഫസ്റ്റ് ആ ഒരു സ്ഫിയറിൽ ഫോക്കസ് ചെയ്യും, എന്നിട്ട് പിന്നീട് ഫ്രെയിമിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ലേറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം ഇതേപോലെ മൂവ് ചെയ്താൽ മതി. സോ അത് ഫോക്കസ് നല്ല സ്ലോലി ആ ഫ്രെയിമിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് അത് ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് കീ ഫ്രെയിമിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഡ്യൂറേഷന് സെറ്റാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനിമേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഫ്ലെയിം ആനിമേഷനും കൂടി ബാക്കിയുണ്ട്. ഇത് സെറ്റ് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഷെയ്ഡിങ് ടാബിലേക്ക് പോകുന്നു. ആൻഡ് ഇവിടെ ഷെയ്ഡിങ്ങിൽ ആദ്യം തന്നെ നമുക്ക് ഈ കളർ എടുത്തിട്ട് എമിഷനിലേക്ക് പ്ലഗ് ചെയ്യാം. സോ ഇതിൻ്റെ കളർ എടുത്ത് ഈ ഒരു കളറിലേക്ക് പ്ലഗ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഇവിടുന്ന് കൂട്ടാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ലൈറ്റ് എമിറ്റ് ചെയ്യണം. ആൻഡ് അതിനാണ് ഈ ഒരു എമിഷനിൽ നമ്മൾ പ്ലഗ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കളർ എടുത്ത് പ്ലഗ് ചെയ്ത് ആൻഡ് ഇതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൂട്ടാം. ഞാൻ ഒരു 15 വെക്കുന്നു. ഇനി നമുക്ക് ഈ ഫ്ലെയിമിനെ ആനിമേറ്റ് ചെയ്യാം. സോ മോഡിഫയറിൽ വന്ന് ഇവിടെ ആഡ് മോഡിഫയറിൽ ഡിഫോമിൽ വരാം. എന്നിട്ട് വേവ് സെലക്ട് ചെയ്യാം. സോ ഈ ഒരു വേവ് മോഡിഫയർ വെച്ച് ഒരു മെഷീനെ വേവ് പാറ്റേണിൽ ആക്കാനായി പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ ആ വേവ് പാറ്റേൺ ചെയ്ത് ആനിമേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആദ്യം തന്നെ മോഷൻ എന്നുള്ളത് 2 ആക്സിസ് ഉണ്ട്. സോ ഇവിടെ വേവ് ഏത് ആക്സിസിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. സോ ഇവിടെ ഞാൻ എക്സ് ഡിസേബിൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വൈ ആക്സിസിൽ മാത്രം ഈ ഒരു വേവ് മോഷൻ മതി. ആൻഡ് ഈ വേവ് കറക്റ്റായി നമുക്ക് കാണാനായി കുറച്ച് ജോമെട്രി ആഡ് ചെയ്യണം. സോ എഡിറ്റ് മോഡിൽ വരാം, ഈ ഒരു പ്ലെയിൻ്റെ, എന്നിട്ട് Ctrl R പ്രസ് ചെയ്ത് ഇതേപോലെ മൗസ് വീല് മുകളിലോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഇതേപോലെ കുറച്ച് ലൂപ്പ് കട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇനി ഒബ്ജക്റ്റ് മോഡിൽ പോയ ശേഷം പ്ലേ ചെയ്താൽ ഇതേപോലെ വേവുള്ള ആനിമേഷൻ നമുക്ക് കിട്ടും.
ആൻഡ് ഇനി ഇവിടെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് മാറ്റാനുണ്ട്. കാരണം ഇവിടെ ഇതിൻ്റെ വേവിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് അധികമാണ്. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. ആൻഡ് വേണ്ട രീതിയിൽ ഇവിടുന്ന് നിങ്ങൾക്ക് സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഇതിൻ്റെ ഹൈറ്റ് 0.61 ആക്കുന്നത്. ആൻഡ് അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് ഏകദേശം 2 മീറ്ററിലും അതേപോലെ ഇതിൻ്റെ നാരോനെസ് ഞാൻ 0.25 ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്താൽ ഇതേപോലെ വേണ്ട രീതിയിൽ കിട്ടും. ആൻഡ് ഇതിൻ്റെ സ്പീഡും കുറച്ച് കുറയ്ക്കാം. സോ അതിനായി ടൈമിൽ വരാം. ടൈമിൽ ഇതിൻ്റെ സ്പീഡ് ഞാൻ ഒരു 0.15 വെക്കുന്നു. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു എഫക്റ്റ് കിട്ടും. ആൻഡ് ഇതിപ്പോൾ ഒരു PNG ആയിട്ടാണ് ഈ ഒരു ഫ്ലെയിം നമുക്ക് കാണുന്നുള്ളത്. സോ ഇതിനൊരു ഇല്യൂഷൻ കൊടുക്കാനായി നമുക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആൻഡ് അതിനെ നമുക്ക് Shift D പ്രസ് ചെയ്യാം. എന്നിട്ട് RZ 90 ഡിഗ്രി എന്ന് കൊടുക്കാം. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഫ്ലെയിം കിട്ടി. ആൻഡ് ഇനി ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ ഈ പ്ലെയിനും Shift സെലക്ട് ചെയ്ത് ഈ ഒരു പ്ലെയിനും സെലക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സോ Shift D RZ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. സോ 4-5 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ആൻഡ് ഇനി ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഫ്ലെയിമുള്ള എഫക്റ്റിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇനി ആകെ ചെയ്യാനുള്ളത് ഈ 4 പ്ലെയിന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ബാക്കി 3 കാൻഡിൽ ഫ്ലെയിമിൽ വെക്കുക എന്നുള്ളതാണ്. സോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ 4 പ്ലെയിനിൻ്റെയും ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. സോ ഉദാഹരണത്തിന് ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നത് Shift ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ ഒരു ഫ്ലെയിമിൻ്റെ അടുത്ത് വെക്കുന്നത്. ഇവിടെ ഇതേപോലെ ഇങ്ങനെ സെൻട്രലായിട്ട് വെക്കുന്നത്. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരേ പാറ്റേണിലാണ് രണ്ട് ഫ്ലെയിമും ആനിമേറ്റ് ആകുന്നത്. സോ അത് അത്ര റിയലിസ്റ്റിക് അല്ല. ആൻഡ് അതിനായി നമുക്ക് ഈ ഒരു ഓരോ ഫ്ലെയിമിൻ്റെയും ഓഫ്സെറ്റ് മാറ്റാം. ആൻഡ് ഓഫ്സെറ്റ് മാറ്റുമ്പോൾ ഒരു പ്ലെയിന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ മേ ബി ഒരു 10 എന്ന വാല്യൂ കൊടുക്കാം. അതേപോലെ ബാക്കി എല്ലാ പ്ലെയിനിനും 10 എന്ന വാല്യൂ കൊടുക്കാം. ആൻഡ് ഇതിപ്പോൾ പ്ലേ ചെയ്താൽ വേറൊരു ഓഫ്സെറ്റിലായിരിക്കും ഈ ഒരു കാൻഡിൽ ഫ്ലെയിം ആനിമേറ്റ് ആവുന്നത്. ആൻഡ് ഇതേപോലെ മറ്റ് ഫ്ലെയിമിൽ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി വെക്കുമ്പോൾ വേറൊരു ഓഫ്സെറ്റ് ആ ഒരു പ്ലെയിന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ആനിമേഷൻ സെക്ഷൻ ഇതോടെ കഴിഞ്ഞ് ഇനി ഫൈനലി നമുക്ക് ചെയ്യാനുള്ളത് ലൈറ്റിങ്ങും അതേപോലെ കുറച്ച് റെൻഡർ സെറ്റിങ്സും ചേഞ്ച് ചെയ്ത് ഈ ഒരു ആനിമേഷൻ എങ്ങനെ നമുക്ക് വീഡിയോ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം ഇതൊക്കെ നോക്കാം. സോ ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ലൈറ്റ് ഇവിടെ ബാക്കിലായി ഞാൻ വെക്കുന്നത്. സോ Shift ലൈറ്റിൽ ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ പോയിൻറ്റിങ് നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്കാം. സോ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് X ആക്സിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഡിറക്ഷൻ മുകളിലോട്ടായിട്ടാണുള്ളത്. ആൻഡ് ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ പോവാം. എന്നിട്ട് ഈ ലൈറ്റ് ഇവിടെ ഞാൻ വെക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഒരു വോള് ഞാൻ ചെറുതായിട്ട് ബാക്കിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. സോ Y ആക്സിസിൽ ഇതേപോലെ മൂവ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലൈറ്റ് ഇവിടെ കുറച്ച് താഴെയായിട്ട് വെക്കാം. ആൻഡ് ഇത് ഞാൻ ചെറുതായിട്ട് Y ആക്സിസിൽ സ്കെയിൽ ചെയ്യുന്നത്. സോ SY. ഓക്കെ, എന്നിട്ട് X ആക്സിസിൽ ഇതേപോലെ ഈ 2 എൻഡിലേക്കും ഞാൻ സ്കെയിൽ ചെയ്യുന്നത്. സോ ഇതേപോലെ ഞാൻ വെക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് റെൻഡറിങ് മോഡിലേക്ക് പോവാം. സോ ഇവിടെ ഈ ഒരു ഐക്കണാണ് നമ്മുടെ റെൻഡേർഡ് പ്രീവ്യൂ. ആൻഡ് ഇവിടെ കാണുന്നതായിരിക്കും നമ്മുടെ റെൻഡറിങ്ങിൽ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഒന്ന് കൂട്ടാം. സോ ഇവിടെ ലൈറ്റ് പ്രോപ്പർട്ടീസിൽ നമുക്ക് പവർ ഒരു 150 വെക്കാം. ആൻഡ് വേണ്ട കളർ ഇവിടെ സെറ്റ് ചെയ്യാം. സോ ഞാനിത് ഒരു ഓറഞ്ചിഷ് കളറിൽ വെക്കുന്നത് ഇതേപോലെ. ആൻഡ് ഇതിപ്പോൾ ഈ ഒരു സെറ്റിങ്ങിൽ വെക്കുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്കിതിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് HDRI ആഡ് ചെയ്യാം. സോ ഇതിപ്പോൾ empty ആണെന്നുള്ളത്. ആൻഡ് HDRI ആഡ് ചെയ്യാനായി ഇവിടെ വേൾഡ് പ്രോപ്പർട്ടീസിൽ വരാം. എന്നിട്ട് ഇവിടെ ഈ കളറിൽ യെല്ലോ ഡോട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻവയോൺമെൻറ്റ് ടെക്സ്ചർ സെലക്ട് ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേപോലെ പിങ്കിഷ് ആയിട്ടുള്ള കളറായിരിക്കും വരുന്നത്. സോ നമുക്ക് HDRI ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഓപ്പൺ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു HDRI ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആൻഡ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓപ്പൺ ഇമേജ്. ആൻഡ് ഇതിപ്പോൾ നമ്മുടെ HDRI ആഡ് ആയിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഇവിടെ സ്ട്രെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം.
സോ ഞാൻ ഡീഫോൾട്ടായിട്ട് 1 തന്നെ വെക്കുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഇത് ഈ ഒരു HDRI ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡിങ്ങിൽ വരാം. ആൻഡ് ഇവിടെ ഒബ്ജക്റ്റിന് പകരം വേൾഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു HDRI സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഷോർട്ട് കട്ടായ Ctrl+T പ്രസ് ചെയ്താൽ ഇതേപോലെ ടെക്സ്ചർ കോർഡിനേറ്റും മാപ്പിംഗ് കിട്ടും. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു HDRI ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ റൊട്ടേഷനിൽ Z ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ സ്ക്രബ് ചെയ്താൽ Z ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് HDRIൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇവിടെ റെൻഡർ സെറ്റിങ്സിൽ വരാം. ഇതാണ് നമ്മുടെ റെൻഡർ പ്രോപ്പർട്ടീസ്. ആൻഡ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി റെൻഡറിങ്ങിൻ്റെ ഓരോ സെറ്റിങ്സ് ആണുള്ളത്. ആൻഡ് ആദ്യം തന്നെ ഇവിടെ സാമ്പിളിങ്ങിൽ റെൻഡറിൻ്റെ സാമ്പിളിങ് ആൻഡ് ആദ്യം തന്നെ ഇവിടെ സാമ്പിളിംഗ് ഉണ്ട്. സോ ഇത് റെൻഡറിൽ ഡിഫോൾട്ട് 64 ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു സാമ്പിൾസ് ഡീഫോൾട്ടായിട്ട് വെക്കുന്നത്. സോ റെൻഡറിൽ 64 സാമ്പിൾസിലാണ് ഞാൻ വെക്കുന്നത്. ആൻഡ് അടുത്തതാണ് ആംബിയൻ്റ് ഒക്ലൂഷൻ. സോ ഇത് എനേബിൾ ചെയ്യാം. ആൻഡ് ഇത് എനേബിൾ ചെയ്താൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഷാഡോ കിട്ടും. ആൻഡ് ഇതിൻ്റെ ഒരുപാട് സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ മോഡിഫൈ ചെയ്യാം. ആൻഡ് പിന്നുള്ളതാണ് ബ്ലൂം. സോ ഇത് എനേബിൾ ചെയ്യാം. ഇത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്ലോ എഫക്റ്റ് കിട്ടും. ആൻഡ് ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ആൻഡ് മെയിനായിട്ട് ഇൻറ്റൻസിറ്റി ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്ലോ എഫക്റ്റ് കൂടി വരുന്ന കാണാം. ആൻഡ് ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ കളർ ഗ്ലോ എഫക്റ്റിൻ്റെ കളറും അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് എനേബിൾ ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾക്ക് റിയലിസ്റ്റിക് റിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ആൻഡ് ഇവിടെ റിഫ്രാക്ഷനും എനേബിൾ ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെയുള്ള സെറ്റിങ്സ് ഞാൻ ഡീഫോൾട്ടായി വെക്കുന്നു. ആൻഡ് അടുത്തതായി നോക്കാനുള്ളത് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. സോ ഇത് ഈ സീനിലെ ലൈറ്റ് ബൗൺസ് കാൽക്കുലേറ്റ് ചെയ്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. ആൻഡ് ഇത് ബേക്ക് ചെയ്യണം. സോ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്. ആൻഡ് അതിനായി ഇവിടെ കേഴ്സർ വെക്കുന്നത്. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഇവിടെ ലൈറ്റ് പ്രോബിൽ ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ ക്യൂബ് മാപ്പ് ആഡ് ചെയ്യാം. ആൻഡ് ഇത് ഈ ഒരു സീനിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നു. ആൻഡ് ചെറുതായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഇവിടെ പ്രോപ്പർട്ടീസിൽ ഞാനിത് ഡീഫോൾട്ടായിട്ട് വെക്കുന്നു. പിന്നുള്ളത് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ലൈറ്റ് പ്രോബിൽ ഇറേഡിയൻസ് വോളിയം ഇതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതും സ്കെയിൽ ചെയ്യുക. സോ നമ്മുടെ സീനിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബോക്സ് റാപ്പ് ചെയ്യണം. ആൻഡ് ഇവിടെ ഞാൻ ഇത് സെൻട്രലായിട്ട് വെക്കുന്നു. ആൻഡ് ചെറുതായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യുന്നു. സോ ഈ ഒരു ഇന്നർ സ്ക്വയർ നമ്മുടെ സീനുമായിട്ട് റാപ്പ് ചെയ്യണം. ആൻഡ് ഇവിടെ ഞാനിത് എക്സ് ആക്സിസിൽ ഇതേപോലെ സ്കെയിൽ ചെയ്യുന്നു. ആൻഡ് അതേപോലെ ബാക്കി ആക്സിസിലും ഇത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെയും കറക്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെയും കറക്റ്റ് ഉണ്ട്. ഓൾസോ ഞാൻ ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുന്നു. സോ ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. സോ ഷിഫ്റ്റ് D എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ നിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. സോ താഴേക്ക് ഈ ഒരു ഭാഗത്തും ആ ഒരു ലൈറ്റ് ഇല്യൂമിനേറ്റ് ചെയ്യാനാണ്. ആൻഡ് അതിനായി 6 എക്സ് ആക്സിസിൽ 180 ഡിഗ്രി. സോ 180 പ്രസ് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെ മുകളിലും താഴെ നമുക്ക് ലൈറ്റ് കിട്ടി. ആൻഡ് ഇനി ഈ ഒരു ഇറേഡിയൻസ് വോളിയം ബോക്സ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരാം. ആൻഡ് ഇതിൻ്റെ റെസൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് കൂട്ടാം. സോ ഞാനിത് 10ലേക്ക് വെക്കുന്നു. ആൻഡ് ഇവിടെ ഈ ഒരു റെസൊല്യൂഷൻ കൂട്ടുന്നതനുസരിച്ച് ഇവിടെ അതിൻ്റെ ക്വാളിറ്റിയും കൂടുന്നതായിരിക്കും. സോ ഇതൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇവിടെ ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിൽ വരാം. എന്നിട്ട് ഇവിടെ ബേക്ക് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഇത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബേക്ക് ലൈറ്റിങ്ങും അതേപോലെ അതിൻ്റെ പ്രോഗ്രസ്സും കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു സീന് ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് സോ ഇതാണ് ഒരു ഫൈനലായിട്ടുള്ള റിസൾട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഇവിടെ മെയിനായിട്ട് ആംബിയൻ്റ് ഒക്ലൂഷൻ, അതേപോലെ സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻ, പിന്നെ ഈ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്, ഈ 3 സെറ്റിങ്സ് മാറ്റി മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വ്യൂ കിട്ടും വരെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷനിൽ വരുന്നത്. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഓരോ സെറ്റിങ്സ് മാറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓരോ സെറ്റിങ്സ് മാറ്റി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് വരുത്താം. ആൻഡ് ഇവിടെ ഞാൻ വേൾഡ് പ്രോപ്പർട്ടീസിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ട്രെങ്ത് ഞാൻ കുറച്ച് കുറയ്ക്കുന്നത്. സോ ഇവിടെ ഞാൻ 0.75 വെക്കുന്നത്. ആൻഡ് ഇവിടെ ചേഞ്ച് ചെയ്ത ശേഷം വീണ്ടും 2 പ്രോപ്പർട്ടീസിൽ വരണം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ബേക്ക് ചെയ്യണം. സോ ഇവിടെ ഞാൻ ബേക്ക് ക്ലിക്ക് ചെയ്ത് ആൻഡ് ഇത് ബേക്ക് ചെയ്യും വരെ
വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇനി ഞാൻ ഇവിടെ കളർ മാനേജ്മെൻറ്റിൽ പോകുന്നത്. സോ ഇവിടെ ലുക്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ മേ ബി ഹൈ കോൺട്രാസ്റ്റിൽ വെക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഇത് ഒന്ന് എടുത്ത് കാണിക്കും. അതേപോലെ ആംബിയൻ്റ് ഒക്ലൂഷനും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റം വരുത്തി ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റെൻഡറിങ് സെറ്റിങ്സ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി എക്സ്പോർട്ട് ചെയ്യാനാണെന്നുള്ളത്. സോ നമുക്ക് അത് നോക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ച്, അതായത് ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിംഗ് വെച്ച് ചേഞ്ച് ചെയ്യാം. മെയിനായിട്ടുള്ള ഈ ഒരു ആംബിയൻ്റ് ഒക്ലൂഷൻ, സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻ, അതേപോലെ ഈ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റിംഗ്. ആൻഡ് ഓൾസോ ഈ ഒരു വേൾഡ് പ്രോപ്പർട്ടീസിൽ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു HDRI ചേഞ്ച് ചെയ്യാം. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ HDRI ഒരുപാട് വെബ്സൈറ്റിലുണ്ടാവും. ആൻഡ് അത് വെച്ച് നിങ്ങൾക്ക് ഓരോന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഇനി നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണം. ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്യാമറ 1ൽ ഈ ഒരു സ്ഫിയേഴ്സ് ഇതേപോലെ ഫ്ലോട്ട് ആയിട്ടുണ്ട്. സോ ഇത് റെൻഡറിങ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമറ 1ൽ ഇത് ഹൈഡാക്കണം. ആൻഡ് പെട്ടെന്ന് ചെയ്യാനായി നമുക്ക് ഇതൊക്കെ സെലക്ട് ചെയ്യാം. ആൻഡ് ഞാൻ വയർ ഫ്രെയിമിൽ വരുന്നത് ആൻഡ് ഇത്ര സ്ഫിയേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ബാക്കി സെലക്ട് ആയതൊക്കെ ഡീസെലക്ട് ചെയ്യുക. സോ കൺട്രോൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഈ ഒരു ക്യാമറ ഡീസെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇതിപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത്ര സ്ഫിയേഴ്സ് സെലക്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇത്ര മാത്രം സെലക്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് നമുക്ക് വേറൊരു കളക്ഷനിലേക്ക് മൂവ് ചെയ്യാം. സോ പുതിയൊരു കളക്ഷനിൽ മൂവ് ചെയ്യാനായി M പ്രസ് ചെയ്യാം. ആൻഡ് ന്യൂ കളക്ഷൻ സെലക്ട് ചെയ്യുക. നമുക്കിതിനെ സ്ഫിയർ എന്ന് റീനെയിം ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഈ ഒരു സ്ഫിയറിൻ്റെ കളക്ഷൻ നമുക്ക് കിട്ടി. ആൻഡ് ഇത് നമുക്ക് പെട്ടെന്ന് ആനിമേറ്റ് ചെയ്യാം. സോ ഇവിടെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു ഐ ഐക്കൺ ഉണ്ട്, അതേപോലെ റെൻഡറിങ് ഐക്കൺ ഉണ്ട്. സോ ഇവിടെ ഐ ഐക്കൺ സെലക്ട് ചെയ്താൽ വ്യൂ പോർട്ടിൽ ഹൈഡ് ആവും. ഇതേപോലെ വ്യൂ പോർട്ടിൽ മാത്രമായിരിക്കും ഹൈഡ് ആവുന്നത്, പക്ഷേ റെൻഡറിങ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് റെൻഡറിങ്ങിലാണ് ഡിസേബിൾ ചെയ്യേണ്ടത്. ആൻഡ് അതിനെ ഇവിടെ ഈ ഒരു ക്യാമറ ഐക്കൺ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഇതിപ്പോൾ ഡിസേബിൾ ആയിട്ടാണുള്ളത്, റെൻഡറിങ്ങിൽ ഡിസേബിൾ ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ വരാം. ആൻഡ് ഈ ഒരു ഫ്രെയിം തൊട്ടേ നമുക്കിത് ഹൈഡ് ചെയ്യണം. സോ ഇവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് കീ ഫ്രെയിം വെക്കാം. സോ കീ ഫ്രെയിം വെക്കാനായി ഐ പ്രസ് ചെയ്യാം. ഇതേപോലെ എല്ലാ ക്യാമറ ഐക്കണിലും കീ ഫ്രെയിം വെക്കുക. ആൻഡ് ഏകദേശം ഈ ഒരു ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ഇത് അൺഹൈഡ് ചെയ്യാം. കാരണം ഈ ഒരു ഫ്രെയിമിന് തൊട്ട് നമുക്കിത് റെൻഡറിങ്ങിൽ കാണണം. ആൻഡ് അതിനായി ഞാനിവിടെ 200th ഫ്രെയിമിൽ വരുന്നു. ആൻഡ് ഇവിടെ നിന്ന് നമുക്കിത് അൺഹൈഡ് ചെയ്യാം. സോ അൺഹൈഡ് ചെയ്യാനായി ഇവിടെ ഇതൊക്കെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഓറഞ്ച് കളറിലാണെന്നുള്ളത്. ആൻഡ് ഈ ഒരു ഫ്രെയിമിൽ വീണ്ടും കീ ഫ്രെയിം വെക്കാം. സോ ഐ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ യെല്ലോ കളറിലായിട്ട് ഹൈലൈറ്റ് ആവുന്ന കാണാം. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ ഫസ്റ്റ് ഫ്രെയിം മുതൽ 200th ഫ്രെയിം അതിൻ്റെ ഇടയിലുള്ള ഫ്രെയിമിലൊക്കെ ഹൈഡ് ആയിട്ടുണ്ടാവും റെൻഡറിങ് ചെയ്യുമ്പോൾ. ആൻഡ് 200ാം ഫ്രെയിമിൽ ഇത് അൺഹൈഡ് ആവും ആൻഡ് റെൻഡറിങ്ങിൽ കാണുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. സോ എക്സ്പോർട്ട് ചെയ്യാനായി ഇവിടെ ഔട്ട്പുട്ടിൽ വരാം. ആൻഡ് ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസിൽ ഇവിടെ റെസൊല്യൂഷൻ നമ്മൾ മുമ്പേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് 1920x1080. ആൻഡ് ഫ്രെയിം റേറ്റ് 30 FPS ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഫ്രെയിം സ്റ്റാർട്ട് എന്നുള്ളത് 1ഉം ആൻഡ് ഈ ഒരു 380th ഫ്രെയിമിലാണ് ഞാൻ ഈ ഒരു ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ഞാനിവിടെ എൻഡിൽ വന്ന് 380 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് അത് ഇവിടെ ഈ ഒരു എൻഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് പിന്നെയുള്ളത് ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷനിൽ ഇത് സേവ് ചെയ്ത് വെക്കാം. സോ ഞാനിവിടെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റ് ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കുന്നു. ആൻഡ് പിന്നെയുള്ളത് ഫയൽ ഫോർമാറ്റ്. ആൻഡ് ഇവിടെ ഞാൻ MP4 ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. സോ ഇവിടെ ഫയൽ ഫോർമാറ്റിൽ ഈ ഒരു FFmpeg എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ ഇത് EV ആയതുകൊണ്ടാണ് ഈ ഒരു MP4 തന്നെ ഡയറക്റ്റ് സേവ് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് റെൻഡർ ചെയ്ത് കിട്ടും. സോ ഇൻഡിവിജ്വൽ PNG ആയിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇവിടെ എൻകോഡിങ്ങിൽ നിങ്ങൾക്ക് ഏത് ഫയലാണ്. സോ ഇത് മെട്രോസ്ക എന്നുള്ളത് MKV ഫയലാണ്. ഞാനിവിടെ MP4 ആണ്. സോ ഈ ഒരു MPEG-4 എന്നുള്ളത് സെലക്ട് ചെയ്യാം. ആൻഡ് വേറെ ഫയൽ ഫോർമാറ്റും ഉണ്ട്. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഔട്ട്പുട്ട് ക്വാളിറ്റി എന്നുള്ളത് ഹൈ ക്വാളിറ്റി ആക്കാം. ആൻഡ് അത്രയേ ഉള്ളൂ ഔട്ട്പുട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടുള്ളത്. മെയിനായിട്ട് റെസൊല്യൂഷൻ, പിന്നെ ഫ്രെയിം സ്റ്റാർട്ട് എൻഡ്, പിന്നെ ഔട്ട്പുട്ടിൽ ഫോൾഡർ സ്പെസിഫൈ ചെയ്യാം. ആൻഡ് അതോടൊപ്പം ഫയൽ ഫോർമാറ്റും സെലക്ട് ചെയ്യാം. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ആനിമേഷൻ റെൻഡർ ചെയ്യാനായി ഇവിടെ റെൻഡറിൽ വരാം. എന്നിട്ട് റെൻഡർ ആനിമേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട് Ctrl F12 ഇത് സെലക്ട് ചെയ്യാം.
ആൻഡ് ഇതിപ്പോൾ ഇവിടെ ഓരോ ഫ്രെയിമും റെൻഡർ ചെയ്യുന്ന കാണാം. ആൻഡ് ഇവിടെ മുകളിൽ ഫ്രെയിം നമ്പറും അതേപോലെ അതിൻ്റെ എടുത്ത ടൈമും കാണും. സോ ഇത് റെൻഡറിങ് ചെയ്ത് കഴിയും വരെ വെയിറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി റെൻഡർ ചെയ്ത ശേഷം നിങ്ങൾ സേവ് ചെയ്ത ഫോൾഡറിൽ ആ വീഡിയോ വരും. സോ ഇത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് സെറ്റിങ്സ് ഒക്കെ കറക്റ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആനിമേഷൻ. അങ്ങനെ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ എൻഡിലേക്ക് നമ്മൾ എത്തി. സോ ഒരുപാട് കാര്യങ്ങൾ ഈ 2 വീഡിയോസിലായി നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ആൻഡ് അതേപോലെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.